റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് നോവലായ ഭയത്തിന്റെ താഴ്വര, എഴുതിയത് തോമസ് വളവി. കേൾക്കാം, ആസ്വദിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒന്ന് ഹൈപ്പ് കൊടുക്കാനും. കേൾക്കാം. അഭൗമിക സാഹസിക വിഷയങ്ങളെ ആസ്പദമാക്കി കഥകളും നോവലുകളും എഴുതുന്ന സാഹിത്യകാരി സയന ജോഷി ആലോചനയിലാണ്. പ്രത്യേക സവിശേഷതകൾ ഉണ്ടായിരുന്ന വ്യക്തിയുടെ മൃതദേഹം ജീർണിക്കുകയില്ലെന്നും തികച്ചും അനുകൂലമായ സാഹചര്യത്തിൽ ആ ശരീരത്തിൽ അതിന്റെ തന്നെ ആത്മാവ് കയറിക്കൂടി ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കഥകളിലാണ്. താനും അങ്ങനെയൊക്കെ എഴുതി പലതവണ വായനക്കാരെ വിറപ്പിച്ചിട്ടുമുണ്ട്. പല രക്ഷസുകളും അനുകൂല പരിസ്ഥിതികളിൽ വീണ്ടും സജീവമായിട്ടുണ്ടെന്ന കേട്ടറിവുകളും ഉണ്ട്. എന്നാൽ അതൊന്നും ഇതുവരെ വിശ്വാസയോഗ്യങ്ങളായിട്ടില്ല. നിർജീവ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നത് അസംബന്ധമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേകതയുള്ള പരേതാത്മാക്കളും അമാനുഷികാത്മാക്കളും സാധാരണ മനുഷ്യരിൽ കയറിക്കൂടുമെന്നത് ശരിയാണ്. പക്ഷെ ആത്മാവ് നിർജീവ ശരീരത്തെ പ്രാപിച്ച് ആ ശരീരം വീണ്ടും വീണ്ടും സജീവമാക്കുമെന്ന് ചിന്തിക്കുന്നത് അബദ്ധവും അന്ധവിശ്വാസവുമാണ്. ചരിത്ര സത്യങ്ങൾ അക്കാര്യം ഉറക്കെ ഉദ്ഘോഷിക്കുന്നുമുണ്ട്. വ്യക്തി എന്നത് ദേഹത്തിന്റെയും ദേഹിയുടെയും സമുച്ചയമാണ്. വ്യക്തിയുടെ ഘടകങ്ങൾ പൂർണ്ണമായും വേർതിരിക്കപ്പെടുന്നത് ദേഹത്തിന്റെ നാശത്തോടെയാണ്. മരിച്ചു എന്ന് പറയുന്നതിനർത്ഥം ദേഹി ദേഹം വെടിഞ്ഞു എന്നാണ്. ദേഹി ദേഹം ഉപേക്ഷിച്ചു പോയി. പോകുന്നത് ദേഹത്തിലെ കോടിക്കണക്കിനുള്ള കോശങ്ങളുടെ നാശത്തോടെയാണ്. അങ്ങനെയുള്ള കോശങ്ങൾ പിന്നീട് ഒരിക്കലും ചേതനയുള്ളവയാകുന്നില്ല. അതിനാൽ പുതിയവ ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ട് നിർജീവ ശരീരം സജീവമാവുകയില്ല. തീർച്ചയായും മൃതദേഹങ്ങൾ ഒരിക്കലും പുനർജീവിക്കുകയില്ല. അപ്പോ പിന്നെ എന്താണ് ഇവിടെ ഈ മുത്തിക്കുളം മലയിൽ ഉണ്ടെന്ന് പറയുന്ന ആ മാനുഷ്യൻ 150 വർഷങ്ങൾക്ക് മുമ്പ് ജീപ്പ് അപകടത്തിൽ കൊല്ലപ്പെട്ട ഭർട്ടി സാഹിബ്. ആ സാഹിബിനെ ഇപ്പോഴും പലരും കാണുന്നുണ്ട് അത്രേ. അത് ആ സാഹിബല്ല, സാഹിബിന്റെ പ്രേതമാണത്രേ. 150 വർഷങ്ങൾക്ക് മുമ്പ് 50 വയസ്സുണ്ടായിരുന്ന ബർട്ടി ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ 200 വയസ്സായിരുന്നേനെ. ആ സംഭവം കൂടാതെ ബർട്ടി അന്ന് മുത്തിക്കുളം എന്ന തടാകത്തിലേക്ക് ജീപ്പോടെ മറിഞ്ഞ് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അതായത് അപകടത്തിൽ കൊല്ലപ്പെട്ടു. അന്ന് ആ ജീപ്പ് വീണ കുളത്തിൽ ആരും തന്നെ ഇറങ്ങുകയില്ല. ഇറങ്ങിയവരാരും പിന്നെ പൊന്തിയിട്ടുമില്ല. അതിനാൽ ബർട്ടിയുടെ ശരീരം ലഭിച്ചില്ല എന്നത് നേരായിരിക്കും. പക്ഷെ അത് കരുതി ആ സാഹിബ് ഇന്ന് ജീവിച്ചിരിക്കുന്നുവെന്ന് കരുതുന്നത് തീർത്തും അസംബന്ധമാണ്. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ മിക്കവരും അത് ബർട്ടി സാഹിബിന്റെ പ്രേതമാണെന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്നത്. എന്നാൽ തനിക്കും അത് വിശ്വസിക്കാനാവില്ല. സൂരജിനെ പോലെ ബർട്ടി സാഹിബിന്റെ രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും ഒരുവൻ ഇവിടെ വിലസുന്നു എന്ന് വേണമെങ്കിൽ ന്യായമായും ചിന്തിക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് മാത്രം ബർട്ടിയുടെ പ്രേതത്തെ കാണുന്നു? അതിനു മുമ്പുള്ള 140 വർഷങ്ങൾ ബർട്ടിയുടെ പ്രേതം എവിടെയായിരുന്നു? ആ കാലയളവിലും അതിവിടെ ഉണ്ടായിരിക്കണമല്ലോ. പക്ഷെ 10 വർഷങ്ങൾക്ക് മുമ്പ് അതിനെ കണ്ടിട്ടുള്ളവരായി ആരുമില്ല. അതുവരെ ബർട്ടിയുടെ പ്രേതം എവിടെ? തൽക്കാലം അത് തന്നെ ചിന്തിക്കാം. ഈ പ്രദേശത്ത് ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ കരുതാം. ഇവിടുത്തുകാർ പറയുന്നത് പോലെ ബർട്ടി സാഹിബിന്റെ പ്രേതം മനുഷ്യന് ഗോചരമാകുന്ന വിധത്തിലായിത്തീർന്നിട്ട്, അല്ലെങ്കിൽ മനുഷ്യന് മുന്നിൽ പ്രത്യക്ഷമായി തുടങ്ങിയിട്ട് 10 വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് അനുമാനിക്കാം. അതെന്തോ ആവട്ടെ. എന്തായാലും ഇവിടെ ഈ മലയോര പ്രദേശത്ത് 10 വർഷങ്ങളായിട്ട് വിചിത്രവാനായൊരു മനുഷ്യൻ അഥവാ അമാനുഷ്യൻ വിലസുന്നുണ്ട് എന്നത് തീർച്ചയാണ്. അവന് 150 വർഷങ്ങൾക്ക് മുമ്പ് ജീപ്പ് അപകടത്തിൽ കൊല്ലപ്പെട്ട ബർട്ടി സാഹിബിന്റെ ഛായയാണെന്നത് നേരായിരിക്കാം. പക്ഷെ തന്റെ കാഴ്ചപ്പാടിൽ ബർട്ടിയല്ല. പിന്നെ ആരായിരിക്കും അവൻ? എന്തായിരിക്കും അവന്റെ ലക്ഷ്യം? ഓ, അതൊന്നും തന്റെ കാര്യമല്ലല്ലോ. അതൊക്കെ ആ മനുഷ്യനെ പറ്റി അഥവാ ബർട്ടിയുടെ പ്രേതത്തെ പറ്റി അറിയുവാനും അവനെ പിടിക്കുവാനും നടക്കുന്ന സ്പിരിച്വലിസ്റ്റ് സൂരജിന്റെയും കൂട്ടുകാരുടെയും കാര്യമാണ്. തനിക്കിവിടെ ലഭിച്ച വിവരങ്ങൾ വെച്ച് നല്ലൊരു ഹൊറർ നോവൽ സൃഷ്ടിക്കേണ്ട കാര്യമേ ഉള്ളൂ. സംഗതികളെ ക്രമമായി ആലോചിച്ച് അതിനനുസരിച്ച് ഭാവനകൾ നടത്തി നല്ലൊരു വർക്കിനുള്ള ഫ്രെയിം തയ്യാറാക്കണം. നോവലിസ്റ്റ് സയന ജോഷിക്ക് ഉത്സാഹം വർദ്ധിച്ചു. അർദ്ധരാത്രിയായതും തണുപ്പ് കൂടുന്നതും വിസ്മരിച്ച് അവൾ
ചാരിക്കിടന്നുകൊണ്ട് തന്നെ ഓർത്തു. ഭാരതം വിദേശാധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ നീലഗിരി മലനിരകളിലും ശിരുവാണി, മുത്തിക്കുളം, വരടിമല ഗിരിശൃംഗങ്ങളിലും ചായ, കാപ്പി, ഏലം, ഇഞ്ചി, കുരുമുളക് തോട്ടങ്ങളും സുഖവാസ മന്ദിരങ്ങളും നിർമ്മിച്ചു. സമീപ പട്ടണമായ കോയമ്പത്തൂരിൽ താമസിച്ചുകൊണ്ടവർ തോട്ടങ്ങളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. വേനൽക്കാല വാസത്തിനും നായാട്ടിനുമായി അവരിൽ മിക്കവരും എസ്റ്റേറ്റ് ബംഗ്ലാവുകളിൽ വന്ന് താമസിക്കുക പതിവായിരുന്നു. വിസ്തൃതമായ മുത്തുക്കുളം എസ്റ്റേറ്റിന്റെ അധിപനായിരുന്നു ബർട്ടൺ ഹെൻറി എന്നു പേരായ ബർട്ടി സാഹിബ്. ബർട്ടി തീരെ നല്ലവനായിരുന്നില്ല. മദ്യവും മദ്രാശിയും, പ്രത്യേകിച്ച് ഇളം പ്രായക്കാരായ ആദിവാസി തമിഴ് പെൺകുളികൾ അയാളുടെ ദൗർബല്യമായിരുന്നു. ശിക്കാറിലും അതീവ തൽപരനായിരുന്നു ബർട്ടി. അയാൾ മിക്കപ്പോഴും തന്റെ മുത്തുകുളം എസ്റ്റേറ്റിൽ തന്നെ കഴിഞ്ഞു പോന്നു. സ്വന്തക്കാരോ ബന്ധുക്കളോ ഇല്ലാതെ കൂട്ടിന് പരിചാരകരും വേട്ടപ്പട്ടികളും കുതിരകളും മാത്രം. പിന്നെ മദ്യവും കാട്ടിറച്ചിയും, കാനന ഗ്രാമീണ തരുണികളും. ഒരു ദിവസം താഴ്വരയിലെ കാണിപ്പതി ആദിവാസി ഊരിലെ ആണ്ടിമപ്പന്റെ മകൾ പൊന്നി ഋതുമതിയായി. മുത്തിക്കുളം ബംഗ്ലാവിൽ മദ്യപിച്ചിരിക്കുകയായിരുന്നു. ബർട്ടി സാഹിബ് വിവരമറിഞ്ഞു. പൊന്നിയെ കൂട്ടിക്കൊണ്ടുവരാൻ ബർട്ടി തന്റെ സൂപ്രണ്ടുമാരിൽ ഒരുവനെ അയച്ചു. ആ പ്രദേശത്ത് ഋതുമതികളാകുന്ന കന്യകകളെ ആദ്യം അനുഭവിക്കേണ്ടത് ബർട്ടിയാണെന്ന അലിഖിത നിയമം അയാൾ തന്നെ നിർമ്മിച്ചിരുന്നു. പക്ഷെ പൊന്നി അതനുസരിച്ചില്ല. അവൾ സൂപ്രണ്ടിനോടത്ത് ബംഗ്ലാവിലേക്ക് ചെല്ലുവാൻ കൂട്ടാക്കിയില്ല. വിവരമറിഞ്ഞ് ബർട്ടി കുപിതനായി. നന്നായി മദ്യപിച്ചിരുന്ന ആ സായിപ്പ് തന്റെ വേട്ടപ്പട്ടികളെയും കൂട്ടി തൂക്കുമെടുത്ത് ജീപ്പിൽ കാണിപ്പതി ഊരിലേക്ക് തിരിച്ചു. എസ്റ്റേറ്റിൽ നിന്നും താഴ്വാരത്തിലേക്ക് നീളുന്ന കാട്ടുപാത മുത്തിക്കുളം എന്ന പേരായ തടാകത്തിന്റെ തീരത്തെയും സ്പർശിക്കുമായിരുന്നു. അവിടെ തടാകക്കരയിൽ കാട്ടുപാതയ്ക്കൊരു വളവുണ്ട്. അമിത വേഗതയിൽ ഇറക്കിമിറങ്ങി തിരിവ് വീശിയെടുത്ത നന്നായി മദ്യപിച്ചിരുന്ന ബർട്ടി സാഹിബിന് വാഹനത്തിലുള്ള തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ജീപ്പ് പാളി വശം ചെരിഞ്ഞ് മുത്തിക്കുളം തടാകത്തിലേക്ക് പതിച്ചു. സമീപത്ത് തോട്ടമഴകളുമായി നിന്നിരുന്ന ജോലിക്കാർ നിസ്സഹായരായിരുന്നു. അവർക്ക് ആ രംഗം ശ്വാസമടക്കി അന്തമിട്ട് വീക്ഷിച്ചു നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. കാരണം ആ കൊച്ചു തടാകത്തിൽ ആരും ഇറങ്ങാറില്ല. അഥവാ ഇറങ്ങിയാലുടൻ താഴ്ന്നു പോകും. ഇറങ്ങിയവരാരും പിന്നെ പൊന്തി വന്നിട്ടുമില്ല. ശവശരീരം പോലും. കുളത്തിന്റെ ആഴം ആർക്കും അറിയില്ല. പാറപ്പരപ്പുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ആ തടാകം എപ്പോഴും നിറഞ്ഞു കിടക്കും. പക്ഷെ അതിലേക്ക് എവിടെ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നുവെന്നോ വെള്ളം ഏത് വഴിക്ക് ഒഴിഞ്ഞു പോകുന്നുവെന്നോ ഇന്നും അജ്ഞാതം. ആദിവാസികളുടെ ഇഷ്ടദേവതയായ മലമുത്തി വസിക്കുന്ന തടാകമാണത്ര അത്. തടാകമധ്യത്തിൽ ജലപ്പരപ്പിൽ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ മലമുത്തി എന്ന സുന്ദരി ദേവതയെ ആദിവാസികളിൽ പലരും കണ്ടിട്ടുണ്ടത്രേ. മലമുത്തി ക്രൂരനായ ബർട്ടി സാഹിബിനെ കുളത്തിൽ വീഴ്ത്തിക്കൊന്ന് ശിക്ഷിക്കുകയായിരുന്നു എന്നാണ് ആദിവാസികൾ പറയുന്നത്. ഇന്നും അവർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാലങ്ങൾ എത്രയോ കടന്നുപോയി. 10 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ബർട്ടി സാഹിബ് മുത്തിക്കുളം തടാകത്തിൽ വീണു കൊല്ലപ്പെട്ട അഥവാ അപ്രത്യക്ഷനായി 140 വർഷങ്ങൾക്ക് ശേഷം വരടിമലയിൽ വേട്ടയ്ക്ക് പോയി മടങ്ങിയ ഒരു സംഘം നാട്ടുകാർ മുത്തിക്കുളത്തിന്റെ തീരത്ത് വെച്ച് ബർട്ടി സാഹിബിനെ കണ്ടു. കഴുത്തു മുതൽ പാദങ്ങൾ വരെയും കൈവിലകളും മറയ്ക്കുന്ന കറുത്ത നെടുങ്കനാങ്കി, പാറി പറക്കുന്ന നീളൻ ശിരോരോമങ്ങൾ, ചുവന്ന കഴുകൻ കണ്ണുകൾ, നീണ്ട നാസിക, ഭീകരഹാസം പ്രകടമാക്കുന്ന ചെന്താമരപ്പൂ നിറമാർന്ന അധരങ്ങളും വലിഞ്ഞു മുറുകിയ കവിളുകളും. വേട്ടസംഘം വിറച്ചുപോയി. അസ്തപ്രജ്ഞരായി അവരങ്ങനെ ആ രൂപത്തെ നോക്കി നിൽക്കവേ പൊടുന്നനെ അത് നിന്ന നിൽപ്പിൽ ആവിയായതുപോലെ അപ്രത്യക്ഷമായി. നാട്ടുകാർ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നീട് ആ രൂപത്തെ പലരും ഒറ്റയ്ക്കും തെറ്റയ്ക്കും കണ്ടു. കുളക്കരയിൽ വെച്ചും വരടിമലപ്പള്ളിയുടെ ശവക്കോട്ടയിൽ വെച്ചും മറ്റു പലയിടങ്ങളിലും വെച്ചും. ആ രൂപം ബർട്ടിയുടെ പ്രേതം ആരെയും ഉപദ്രവിച്ചതായി അറിവില്ല. പക്ഷെ അതിലും വിചിത്രമായത് ഇവിടെ നടക്കുന്നുണ്ട്. അത് യുവതികൾക്കാണ്. ഇടയ്ക്കിടെ ആ പ്രദേശത്തെ യുവതികളിൽ ചിലരുടെ രക്തം നഷ്ടപ്പെടുന്നു, അതും സ്ഥാനങ്ങളിലൂടെ. അതേപ്പറ്റി 3-4 യുവതികളെ പരസ്യമാക്കിയിട്ടുള്ളൂ. അതിലധികം പേർക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമെന്നും നാണക്കേട് കൊണ്ടോ ഭയം കൊണ്ടോ മറ്റോ അവരത് പരസ്യമാക്കുന്നില്ല എന്നും സൂരജ് പറയുന്നത് ശരിയായിരിക്കാം. അങ്ങനെയൊന്നും സംഭവിച്ചാൽ ഏത് പെണ്ണാണ് അത് പുറത്തു പറയുവാൻ ഇഷ്ടപ്പെടുക? ഭയന്ന് സ്വബോധം നഷ്ടപ്പെട്ടതുപോലെയായ 3-4 യുവതികളെ അതേപ്പറ്റി അസ്പഷ്ടമായിട്ടാണെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. അവരൊക്കെ അപ്പോൾ അവ്യക്തമായി കണ്ട രൂപത്തിന് ബർട്ടിയുടെ ഛായയാണത്രേ. എന്തായാലും വിചിത്രം.
അവിശ്വസനീയം. തനിക്കൊരു ഹൊറർ നോവൽ എഴുതുവാൻ ഇത്രയും വിവരങ്ങൾ ധാരാളമാണ്. ഈ കേട്ടറിവുകളുടെ കൂടെ കുറെ ഭാവനയും ചേർത്ത് നാട്ടിൽ ചെന്നാൽ ഉടൻ എഴുത്തു തുടങ്ങുക തന്നെ. ഹാ, സമയം പാതിര കഴിഞ്ഞു. എന്തായാലും ഇനി അല്പം ഉറങ്ങാം. ഹൂ, തണുപ്പ് കൂടുകയാണ്. ഡിസംബറിൽ ഊട്ടി പോലും ഇത്ര തണുപ്പുണ്ടാവില്ല. സൈന ഉറങ്ങുവാൻ നിശ്ചയിച്ച് നിവർന്നു കിടന്ന് കമ്പിളിപ്പുതപ്പെടുത്തു. നോവലിസ്റ്റ് സൈന ജോഷിയുടെ വീട് അവിടെ ആ മുത്തുക്കുളം മലയിലോ അതിന്റെ താഴ്വരയിലോ പരിസര പ്രദേശങ്ങളിലോ എവിടെയെങ്കിലുമോ അല്ല. സൈന മധ്യ കേരളത്തിലെ ഒരു പട്ടണവാസിയാണ്. സനയുടെ കുടുംബ സുഹൃത്തായ പീറ്ററും ഭാര്യയും മകളും ആ താഴ്വരയിൽ കഴിയുന്നുണ്ട്. കുടിയേറ്റ കർഷക കുടുംബമാണ് അവരുടേത്. അവരിൽ നിന്നും അവിടെ നടക്കുന്ന ആ ദുരൂഹ സംഭവങ്ങളൊക്കെ കേട്ടറിഞ്ഞ് അതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ എത്തിയിരിക്കുകയാണ് സൈന. ഒപ്പം ആ പ്രദേശത്തെ പറ്റിയും അറിഞ്ഞിരിക്കുക. അതാണ് അവളുടെ ഉദ്ദേശം. വന്നിട്ട് 2 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് തിരിച്ചു പോകുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഹൊറർ നോവലിനുള്ള വിവരങ്ങൾ സൈനയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. ആ വിചിത്ര സംഗതികളെ കുറിച്ച് പഠിക്കുവാനായി അടുത്തൊരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ സൂരജ് എന്ന പേരായ 40-കാരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയായി അവരവിടെ വന്നിട്ട്. സ്പിരിച്വലിസത്തിൽ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് സൂരജ്. സൂരജിനെയും കൂട്ടരെയും സൈന പരിചയപ്പെട്ടു കഴിഞ്ഞു. അവർ നല്ല സുഹൃത്തുക്കളായി തീർന്നു. സൈന കമ്പിളിപ്പുതപ്പ് ഒന്നുകൂടി വലിച്ചടിപ്പിച്ചു. അനന്തരം കണ്ണുകൾ ഇറുകെ പൂട്ടി. രാത്രി അതിന്റെ 3-ാം യാമം അനിശ്ചിതത്വത്തിലൂടെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. കറുത്ത കൊഴുത്ത രാത്രി. ചൂളം കാറ്റ് ഹൂങ്കാരത്തോടെ ചുഴറ്റിയടിക്കുന്ന ശബ്ദം. ആ സ്വരം നയനയുടെ കണ്ണുകൾ തുറപ്പിച്ചു. തൂങ്ങിക്കിടക്കുന്ന റാന്തൽ ആടിത്തുടങ്ങി. മുറിയിലെ വസ്തുക്കളിൽ ചിലതിന്റെ ഭിത്തികളിലുള്ള നിഴൽ ഇളകി കളിച്ചു. കാര്യം പിടികിട്ടിയപ്പോൾ അവൾ പിന്നെയും ഇമകൾ പൂട്ടി. പുറത്ത് എന്തോ കണ്ട് ഭയപ്പെട്ട് തന്നവണ്ണം നത്തുകൾ മൂളി. കൂടെ നരിച്ചീറുകൾ കടിപിടി കൂടുന്ന സ്വരം. കാറ്റ് ശക്തിയോടെ വീണ്ടും വീശി. അതിന്റെ അലകൾ മുറിയിലേക്ക് കടന്നു വന്ന് ഒരിക്കൽ കൂടി വിളക്കിനെ ആട്ടി. ആ ആട്ടം നിഴലുകളെ ഉണർത്തി. തുടർന്നും കണ്ണുകൾ തുറന്ന നയനയ്ക്ക് തെല്ല അസ്വസ്ഥതയുണ്ടായി. നിലച്ചിരിക്കാത്തൊരു നിമിഷത്തിൽ സമീപത്തെ കുന്നിൽ ശിരസിൽ നിന്നും കുറുനരികൾ ഓടിയിടുവാൻ തുടങ്ങി. അതിനു പിന്നാലെ അവയോട് മത്സരിക്കും പോലെ മലവാരത്ത് നിന്നും ചെന്നായ്ക്കളും ശബ്ദിക്കാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവയെല്ലാം പരിഹസിക്കുമാറ് താഴ്വരയിലെ ഊരുകളിൽ നിന്നും ശ്വാനന്മാർ വൃത്തികെട്ട ശബ്ദത്തിൽ മൂങ്ങി. കൃഷിയാക്കുന്നവരുടെ കൂവലും പാട്ടകൊട്ടലുകളും പരിമിതമായി കഴിഞ്ഞിരുന്നു. 2-3 പേരുടെ മാത്രം ഇടറിയ കണ്ടങ്ങളിൽ നിന്നും ദയനീയമായി ഉയരുന്ന ഒച്ചപ്പാടുകൾ വിവിധ മൃഗങ്ങളുടെ സമ്മിശ്ര സ്വര ബഹളത്തിൽ അലിഞ്ഞു ചേർന്ന് ഒന്നുമില്ലാതായിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ കടവാവലുകളുടെ ചിറകടി ശബ്ദങ്ങൾ. ആ നത്ത് ഇനിയും നിശബ്ദമായിട്ടില്ല. എന്താണിത്? ഓ, കാട്ടുപ്രദേശമല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും നയനയുടെ അസ്വസ്ഥത അല്പം കൂടി വർദ്ധിച്ചു. അവൾ സ്വയമറിയാതെ പലവരും ചുറ്റും നോക്കി. പിന്നെ ശ്വാസം വലിച്ചു വിട്ടു. ഉവ്, എന്തൊരു പ്രകൃതിയാണിത്. ഇന്നലെ തനിക്കിവിടെ ഇങ്ങനെയൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. ഇന്നിതാ ഇപ്പോൾ ഈ അർദ്ധരാത്രി ആകെ വിചിത്രമായി തീർന്നിരിക്കുന്നു. അടുത്ത മുറികളിൽ കിടക്കുന്ന പീറ്ററേട്ടനും ഭാര്യയും കുട്ടികളും ഇതൊന്നും അറിയുന്നില്ലേ? ഓ, അവർക്ക് ഈ അന്തരീക്ഷമൊക്കെ പരിചിതമായിട്ട് വർഷങ്ങളായില്ലേ. അവരൊക്കെ സുഖമായി കിടന്നുറങ്ങുന്നു. താൻ മാത്രം വെറുതെ ഓരോന്ന് ഓർത്ത് ശങ്കിച്ച് ഉറക്കം വരുന്നില്ല. കിഴക്കേ മുറ്റത്തുകൂടി നായ മൂങ്ങിക്കൊണ്ട് ഓടിപ്പോകുന്ന സ്വരം. തൊഴുത്തിൽ കന്നുകാലികൾ ഇളകി പയ്യെ ശബ്ദിക്കുന്നു. ടിക് ടിക്. ജനലിനടുത്തു നിന്നും ഒച്ചയുണ്ടായി. ഓ, എന്താണ് അവിടെ? സൈന കൈമുട്ടുകൾ കിടക്കയിൽ കുത്തി. ശിരസും ഉയർന്നു താഴ്ന്ന മാറും മെല്ലെ ഉയർത്തി. ജനൽക്കുറ്റി അതിന്റെ കൊളുത്തിൽ നിന്നും തെറിച്ചകലും പോലെയുള്ള സ്വരമായിരുന്നു അത്. അവൾ സംശയിച്ച് ചുറ്റും നോക്കി. പിന്നെ കിഴക്ക് വശത്തെ ജനലിലേക്കും. അതെ, സൈന സംശയിച്ചത് ശരി തന്നെയായിരുന്നു. ആ ജനലിന്റെ 4 കൊച്ചുപാളികളിൽ താഴത്തിലേതിൽ ഒന്നിന്റെ കുറ്റി കായിക ബലമില്ലാതെ തന്നെ അതിന്റെ കട്ടിളക്കൊഴുത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കുന്നു. അവൾ ആലോചിച്ചു, എങ്ങനെ? അപ്പോഴേക്കും ആ കതകുപാളി വളരെ സാവധാനം അകലുവാൻ തുടങ്ങി. താൻ കാണുന്നത് സ്വപ്നമല്ല, സത്യം തന്നെയാണ് എന്ന് വിശ്വസിക്കുവാൻ സൈന തയ്യാറായി. കുറ്റി യാദൃശികമായി വിട്ട് കാറ്റത്ത് കഥക് അകലെയാണെന്ന് കരുതുവാൻ ശ്രമിച്ചെങ്കിലും അത് അങ്ങനെയല്ല എന്ന ബോധം അവളെ പൊടുന്നനെ ഗ്രസിച്ചു. തൽഫലമായി ഞെട്ടലോടെ ആ യുവതി എഴുന്നേറ്റു. പുതപ്പ് മാറ്റി കാലുകൾ നിലത്തുകുത്തി. ജനൽ കഥക് അകന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെന്തൊരു മറിമായം, അവൾ ഓർത്തു.
അതിനനുസരിച്ച് ആ 32കാരി നടന്നുകൊണ്ടേയിരുന്നു. താൻ നോവലുകളിൽ എഴുതിയിട്ടുള്ള സങ്കല്പം സത്യമായി കൊണ്ടിരിക്കുന്നത് തനിക്ക് തന്നെ അനുഭവിക്കാനായിരിക്കുന്നു. സൈന കണ്ണുകൾ തുറച്ച് ഇമകൾ ചലിപ്പിക്കാതെ നോക്കി. ഇത്തവണ അവൾ ആകെ ഒന്ന് വിറച്ചുലഞ്ഞു. ഭയം ആ യുവതിയുടെ രോമകൂപങ്ങളെ വരെ ധരിപ്പിച്ചു തുടങ്ങി. പുറത്തെ ശബ്ദഘോഷങ്ങൾ വ്യക്തമായി കൊണ്ടിരിക്കവേ സൈന ശ്വാസം പിടിച്ചു നിന്ന് കണ്ടു. ജനലിനപ്പുറത്ത് ഒരു കറുത്ത രൂപം അവ്യക്തമായി. അതിന്റെ നീളം മുടിയിഴകൾ കാറ്റിൽ ഇളകിക്കൊണ്ടിരിക്കുന്നു. ബർട്ടി സായിപ്പ്. സൈന അലറുവാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ശബ്ദം പുറത്തേക്ക് വന്നില്ല. അലർച്ചയ്ക്ക് പകരം ഉദരത്തിൽ നിന്നും ഗോളാകൃതിയിൽ ഒന്ന് ഉരുണ്ടു കയറി തൊണ്ടയിൽ വന്ന് തടഞ്ഞു നിന്നു. ശാരീരികമായും മാനസികമായും തന്നിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിലും സൈനയ്ക്ക് ബോധ്യമായി. വിചിത്രമായൊരു തളർച്ച, അന്തരംഗത്തിൽ അജ്ഞാതമായൊരു സ്വാധീനം, അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന പ്രതീതി. ഒന്നിനു കഴിയാതെ നിശ്ചലം അങ്ങനെ നിൽക്കവേ സൈനയിലേക്ക് ആ ആജ്ഞ കടന്നു വന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് വരൂ നീ. അവൾ അനുസരിക്കുകയായി. സൈന ആ കിടപ്പിൽ നിന്നും സ്വീകരണ മുറിയിൽ പ്രവേശിച്ചു. തുടർന്ന് വരാന്തയിലേക്ക് കടന്ന് കതകുപാളികൾ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ആ രൂപത്തെ കണ്ട ഭാഗത്തേക്ക്, ജനലടുത്തേക്ക് അവൾ നടന്നു. സ്ഥലങ്ങൾ മറന്നുള്ള ശക്തമായ മാനസപ്രേരണയ്ക്ക് വഴങ്ങിയുള്ള നടത്തമായിരുന്നു അത്. വായുവിലൂടെ ഒഴുകും പോലെ അവൾക്ക് തോന്നി. മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ എന്നവണ്ണം നീങ്ങുന്നു. സൈന ആ രൂപത്തിനു മുന്നിൽ നിശ്ചലമായി. തത്സമയം അവിടുത്തെ വളർത്തുനായ താഴെ വഴിയിൽ നിന്നും ദയനീയമായി ഊരിയിട്ടു തുടങ്ങി. തൊഴുത്തിൽ കന്നുകാലികൾ ബഹളം വെച്ചു. കടവാലുകൾ താഴ്ന്നു പറന്നു ഇറങ്ങി. ആ അമാനുഷ്യൻ സൈനയുടെ ഭുജങ്ങളിൽ കൈകൾ വെച്ചു. ശരീരമാകെ വിദ്യുത് തരങ്ങൾ പായുന്നത് അവൾ അറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അമാനുഷ്യൻ ആ യുവതിയെ അനായാസം കോരിയെടുത്ത് നടക്കുവാൻ തുടങ്ങി. അവൾ ആ ബലിഷ്ഠമായ കരങ്ങളിൽ പാവ കണക്കെ കിടന്നു. മലയടിവാരത്തു നിന്നും കുറുക്കന്മാർ ഓലിയിട്ടു തുടങ്ങി. പിന്നെയും അകലെ എവിടെയോ ഒറ്റയാൻ ഭീകരമായി ചിഹ്നം വിളിച്ചു. വൃക്ഷശിഖരങ്ങളെ കറക്കി വിളച്ചുകൊണ്ട് കാറ്റ് ചുഴികുത്തി കറങ്ങിപ്പാഞ്ഞു. കൊഴുത്ത അന്ധകാരത്തിൽ കോടപ്പരപ്പ് വികൃത ചിത്രങ്ങൾ വരച്ചു. അമാനുഷ്യൻ അവളെയും കൊണ്ട് വടക്കോട്ട് ചുവടുകൾ വെച്ചു. മുത്തിക്കുളം പള്ളിയുടെ സെമിത്തേരിയിലേക്ക്. സൈന സംഭവിക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരുന്നു. മെല്ലെ ഒന്ന് ഞരങ്ങുവാനോ വിരലുകളെങ്കിലും ഒന്ന് ചലിപ്പിക്കുവാനോ അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, അവൾക്കപ്പോൾ ഒട്ടും ഭയം തോന്നിയിരുന്നില്ല. നിന്നെ ഞാൻ വേദനിപ്പിക്കുകയില്ല. പക്ഷെ നീ എനിക്ക് ഭക്ഷണം തരേണ്ടതുണ്ട്. പകരം നിനക്ക് ഞാൻ നിന്റെ ജീവിതകാലം മുഴുവൻ സ്മരിച്ചിരിക്കുവാനുള്ളൊരു അനുഭവം തരാം. ഒരു വാഴയില എന്ന പോലെ ആ സുന്ദരിയെ കരങ്ങളിൽ വഹിച്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കവേ അമാനുഷ്യൻ അണലിപ്പാമ്പ് ചീറ്റും പോലെ സംസാരിച്ചു. ഞാൻ ആരാണ് എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഈ വിശാലമായ പ്രദേശത്തിന്റെ അധിപനാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്നവൻ, അമാനുഷ്യൻ, മരണമില്ലാത്തവൻ. നിനക്കും എന്നെ ബർട്ടി സാഹിബ് എന്ന് വിളിക്കാം. മറ്റുള്ളവരെ പോലെ ഞാൻ അറിയാതെ ഇവിടെ ഒരു ഈച്ച പോലും പറക്കുകയില്ല. പക്ഷെ ഞാൻ ആരെയും, ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല സാധാരണഗതിയിൽ. എന്നാൽ എനിക്കത് ചെയ്യേണ്ടി വരുമെന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോ. എന്നെക്കുറിച്ച് പഠിക്കാനും എന്നെ നേരിടുവാനുമായി ഒരു സംഘം ആനപ്പാറ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവരെ നീ അറിയും. അവരവരുടെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ ആ മനുഷ്യൻ താക്കീതോടെ മുരണ്ടു. നീ അവനോട് ഇക്കാര്യം പറയണം. അതിനോട് വേണ്ടിയാണ് ഞാനിപ്പോ നിന്നെ സന്ധിച്ചത്. കുറച്ചു മുമ്പ് ഈ ഭാഗത്തുകൂടെ ഞാൻ മാനസയാത്ര നടത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയൊരു അതിഥി നീ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അതേതായാലും നന്നായി. നിനക്ക് കഥ എഴുതുവാനുള്ള അനുഭവം ഞാൻ നേരിൽ തന്നെ തരാം. നീ അതിന് എന്നോട് കടപ്പെട്ടവളായിരിക്കുമല്ലോ. അങ്ങനെ അറിയിച്ചിട്ട് ആ മനുഷ്യൻ സൈനയെ ഒരു തുറസായ സ്ഥലത്ത് താഴെ നിർത്തി. അവിടെ പരിമിതമായ തോതിൽ നാട്ടുവെളിച്ചം ഉണ്ടായിരുന്നു. സമീപ സ്ഥലങ്ങൾ അവ്യക്തമായെങ്കിലും കാണാം. ശവക്കോട്ട. സൈന താൻ പള്ളി സെമിത്തേരിയിലാണെന്ന് ഗ്രഹിച്ചു. ശങ്കയില്ലാത്ത മാനസവുമായി അവൾ ഭാഗികമായി കാണാവുന്ന ആ രൂപത്തിന്റെ വദനത്തിലേക്ക് വീക്ഷിച്ചു. സ്വല്പം തടിച്ച് ചുവന്നതെന്ന് തോന്നുന്ന ചുണ്ടുകൾ, നീണ്ട നാസിക, മീശയില്ല. നീലൻ മുടിയിഴകൾ ചെവികളെയും ഭാഗികമായി കവിളുകളെയും മറയ്ക്കുന്നു. തിളങ്ങുന്ന കണ്ണുകൾ, വലിയ വണ്ണമില്ലാത്ത കഴുത്തിൽ അത്ര ചെറിയതല്ലാത്ത കണ്ടമുഴയും എഴുന്നു നിൽക്കുന്ന ഞരമ്പുകളും. മറ്റു ഭാഗങ്ങളൊന്നും കാണാൻ വയ്യ. കറുത്ത നീളം ഗൗണിൽ
കഴുത്തിന് താഴെയുള്ള ശരീരഭാഗങ്ങൾ മറഞ്ഞിരിക്കുകയാണ്. ഒരു 6.25 അടി ഉയരം കാണും. 60-65 വയസ്സ് പ്രായവും. ഞാൻ പറഞ്ഞതെല്ലാം നീ ഉൾക്കൊണ്ടുവല്ലോ? അമാനുഷൻ അവളുടെ ചുമലുകളിൽ കൈകൾ വെച്ചു. എല്ലാം മനസ്സിലായി എന്നുച്ചരിക്കണമെന്ന് തോന്നിയെങ്കിലും സൈനയ്ക്ക് ശബ്ദം പൊന്തിയില്ല. ഏതോ പ്രത്യേകതയുള്ളൊരു പരിമളത്തോടൊപ്പം പഴകിയ രക്തത്തിന്റെ മണവും സൈനയ്ക്ക് അനുഭവവേദ്യമായെങ്കിലും അത് വിമിട്ടമുണ്ടാക്കിയില്ല. പകരം അവളിൽ ഹൃദയസ്പന്ദനങ്ങൾ കുമിളിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. 32-കാരിയാണെങ്കിലും അവിവാഹിതയായ സൈന സാമാന്യം സുന്ദരി തന്നെയാണ്. കൊത്തി വലിക്കുന്ന കണ്ണുകൾ, നാമമാത്രമായി മുഖക്കുരുക്കളുള്ള തുടുത്ത കവിളുകൾ, കുന്നിക്കുരു വലുപ്പത്തിൽ സ്വർണ്ണ മൂക്കുത്തി അണിഞ്ഞ ലക്ഷണമൊത്ത നാസിക, ക്രമത്തിൽ മുല്ലമൊട്ടിൻ ദന്തങ്ങൾ, നനുത്ത തങ്ങനാരുകൾ പോലെ തഴുകിക്കിടക്കും മുടിയിഴകൾ. താമസിയാതെ സൈന സമീപത്തെ ശവക്കല്ലറയ്ക്ക് മുകളിൽ കിടത്തപ്പെട്ടു, മലർന്ന അവസ്ഥയിൽ. അമാനുഷൻ അവളോട് ചേർന്ന് ശയിച്ചിട്ട് തന്റെ കരാതരങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങി. അവൻ തന്റെ ഇരയുടെ നിശാവസ്ത്രത്തിന്റെ മുകൾ ഭാഗത്തെ 3 കുടുക്കുകൾ വിടുവിച്ചു. പിന്നെ ഏറെ സമയം എല്ലാം കഴിഞ്ഞു. വിചിത്രം, അവിശ്വസനീയം. ഒടുവിൽ സൈന രതിമൂർച്ചയിൽ മോഹാലസ്യപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സൈനയ്ക്ക് ബോധം വന്നതുപോലെ തോന്നി. അവൾ സെമിത്തേരിയിലെ വലിയ കല്ലറയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റിരുന്നു. നെഞ്ചമാകെ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു. സൂക്ഷ്മമായ പരിശോധനയിൽ അവൾ അഭയാനകമായ സത്യം തിരിച്ചറിഞ്ഞു. തന്റെ മാറിടത്തിൽ നിന്നും ചുവന്ന രക്തം ഒഴുകിയിറങ്ങുന്നു. അതോടെ സൈന വീണ്ടും അബോധാവസ്ഥയിലേക്ക് വഴുതി വീണു. ആനപ്പാറ എസ്റ്റേറ്റ് ബംഗ്ലാവ്. കഴിഞ്ഞ അർദ്ധരാത്രി തനിക്കുണ്ടായ അനുഭവങ്ങൾ സൈന ജോഷി വല്ല വിധേനയും അവതരിപ്പിച്ചു നിർത്തി. അമ്പരന അവസ്ഥയിൽ അതൊക്കെ ശ്രവിച്ചിരിക്കുകയായിരുന്ന സൂരജും അരവിന്ദ മാസ്റ്ററും ചാർലിയും ഒരുമിച്ച് ദീർഘനിശ്വാസം ചെയ്തു. അവൾ പറഞ്ഞത് അവർക്കത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. ഭയങ്കരം. എന്തായാലും ഭാഗ്യം. സൈനിൽ നിന്നും അപകടകരവണ്ണം രക്തം നഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിലും ഉടനെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തണം, സൂരജ് പറഞ്ഞു. തന്നെയുമല്ല, സൈന ഇനി ഇവിടെ തങ്ങരുത്. ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങണം, അരവിന്ദ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ഞാൻ ഇപ്പൊ തന്നെ മടങ്ങുവാൻ ഉദ്ദേശിക്കുന്നു. ഇനി ഇവിടെ തങ്ങുവാനുള്ള ധൈര്യം എനിക്കില്ല. ശിരസുയർത്തിയിട്ട് സൈന ആശങ്കപ്പെട്ടു. അവനെതിരെ നീങ്ങിയാൽ നിങ്ങളെ ഉപദ്രവിക്കുമെന്നാണ് താക്കീത് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്, അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഞങ്ങൾ ആണുങ്ങളല്ലേ. പക്ഷെ സൈന അങ്ങനെയല്ല. പോരാത്തതിന് ഈ നാടിനെ പറ്റി ഒന്നും അറിയാത്തവളും. എന്തായാലും ഇവിടെ ഇനി താമസിച്ചുകൂടാ. തീർച്ചയായും ഇല്ല, ഞാൻ പോയിക്കോളാം. പുരുഷന്മാർ സൈനിൽ നിന്നും കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിച്ചിട്ട് അന്ന് തന്നെ അവിടെ വിട്ടുപോകാൻ വീണ്ടും നിർബന്ധിച്ച് അവളെ പറഞ്ഞു വിട്ടു. സൈനയെ വെഞ്ചിയൂർ ടൗണിൽ കൊണ്ടാക്കുവാൻ ചാർലി തന്റെ പരിചാരകൻ ഗോവിന്ദന് ജീപ്പുമായി വിട്ടു. അബൗദ്ധിക വിഷയങ്ങളിൽ തൽപരനായ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ അരവിന്ദനും സ്പിരിച്വലിസ്റ്റ് സൂരജും ആനപ്പാറ എസ്റ്റേറ്റ് ഉടമയായ ചാർലിയും അവിടെ തങ്ങുവാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. അവരെ കൂടാതെ അവിടെ പരിചാരകരായ ഗോവിന്ദനും ചാക്കോച്ചനും മാത്രമേ ഉള്ളൂ. അവരവിടുത്തെ തോട്ടം ശ്രദ്ധിച്ച് മിക്കവാറും സ്ഥിരമായി താമസിക്കുന്നവരാണ്. അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ ദൂരെ അവരവരുടെ നാടുകളിലാണ്. സൂരജ് എന്തു പറയുന്നു? അരവിന്ദ മാസ്റ്റർ ആരാഞ്ഞു. അന്തരീക്ഷത്തിൽ നിന്ന് മാത്രം ഊർജം ഉൾക്കൊണ്ട് 300-400 വർഷങ്ങൾ വരെ ജീവിച്ചിട്ടുള്ള ദീപന്മാരാൽ സുഹൃതം നേടിയ നാടാണ് ഭാരതം. അങ്ങനെയുള്ളവരെയൊക്കെ അമാനുഷ്യരായിരുന്നു. ആത്മാവിനെ പുറന്തള്ളുവാനും അനശ്വരമായ മേഖലകളിലൂടെ സഞ്ചരിക്കുവാനും അവർക്ക് കഴിയുമായിരുന്നു. മനഃശക്തി കൊണ്ട് താറ പിളർത്തുവാനും ഒഴുകുന്ന നദിയെ നിശ്ചലമാക്കുവാനും അവർക്ക് സാധിക്കുമായിരുന്നു. ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അവർ ലോകത്തുനിന്ന് നടക്കുന്നത് എന്തും അറിയുകയും സൽഗുണന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. തികച്ചും ഈശ്വരദാസന്മാരായി ജീവിതം നയിച്ചവർ. അതെ, അവരൊക്കെ അമാനുഷ്യരായ ഋഷീശ്വരന്മാരായിരുന്നു. അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം തന്നെയായിരുന്നു അക്കാലത്ത് നാടിന്റെ സമൃദ്ധിയും നന്മയും രക്ഷയും. ഇന്ന് അത്തരക്കാരൊന്നും ലോകത്ത് എവിടെയും ഇല്ല, മാസ്റ്റർ പറഞ്ഞു. കറക്റ്റ്. എന്നാൽ ഇന്ന് ഇത്തരക്കാർ അപൂർവമായിട്ടെങ്കിലും ഉണ്ട്. ദുഷ്ടന്മാരായ അമാനുഷ്യർ, മനുഷ്യാവസ്ഥയിൽ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്നവർ. നല്ലവരായ അമനുഷ്യാത്മാക്കൾ യഥോചിതമായ സമയം എത്തുമ്പോൾ ദേഹം വെടിഞ്ഞ് ഈശ്വര സന്നിധിയിലേക്ക് പോവുകയാണ് ചെയ്യുക. എന്നാൽ ദുഷ്ടാത്മാക്കൾ ദേഹം ഉപേക്ഷിക്കുവാൻ, അതായത് മനുഷ്യാവസ്ഥ തിരസ്കരിക്കുവാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ദുഷ്ടമനുഷ്യർക്ക് മനഃശക്തിയും അതീന്ദ്രിയമായ പ്രജ്ഞയും ആത്മാവിനെ പുറന്തള്ളുവാനുള്ള കഴിവും എല്ലാം ഉണ്ടായിരിക്കും. അവർ അന്തരീക്ഷോർജമോ നിരാഹാരമോ ഉപയോഗിക്കേണ്ടതിന് പകരം
രക്തപാനം നടത്തി കരുത്ത് നിലനിർത്തും, ആയുസും. അങ്ങനെയുള്ള ഒരു അമാനുഷനാണ് ബർട്ടി സാഹിബിന്റെ പ്രേതമാണെന്ന് അവകാശപ്പെട്ട് ഇവിടെ വിലസുന്ന സാത്താൻ. അതെ, കൊല്ലപ്പെട്ടവരും മരിച്ചവരും ഒന്നും ഒരിക്കലും വീണ്ടും ജീവിക്കുകയില്ല. മനുഷ്യരൂപാവസ്ഥയിൽ അത് ഉറപ്പാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കുമെന്നൊരു മിഥ്യാധാരണ മിക്കവരിലും നിലനിൽക്കുന്നുണ്ട്. അത് തികച്ചും ഭീതിതമായൊരു ചിന്തയായിരിക്കുമല്ലോ. അത് മുതലെടുത്ത് കാര്യം കാണുവാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ആ പ്രേതം, അഥവാ സൂരജ് പറഞ്ഞതുപോലെ ആ സാത്താൻ. നമുക്ക് അവനെ മുത്തുകുളം സാത്താൻ എന്ന് വിളിക്കാം. അവൻ മനുഷ്യനോ അമാനുഷ്യനോ ആരുമായിക്കോട്ടെ. എന്തായാലും അവൻ ചെയ്യുന്നതിനൊരു സാത്താനിക് പരിവേഷമുണ്ടല്ലോ, യുവതികളുടെ രക്തം പാനം ചെയ്യൽ. ചാർലി സംശയിച്ചു. മാഷ് സൂചിപ്പിച്ചുവല്ലോ അവൻ ബർട്ടിയുടെ പ്രേതമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കാര്യം കാണുവാൻ ശ്രമിക്കുകയാണെന്ന്. എന്തു കാര്യമാണ് മാഷ് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഈ രക്തം പാനം ചെയ്യൽ തന്നെ. യഥാർത്ഥ ബർട്ടി സാഹിബ് ക്രൂരനും സ്ത്രീകളിൽ, പ്രത്യേകിച്ച് കന്യകകളായ യുവതികളിൽ അമിത താല്പര്യമായിരുന്നുവെന്നത് കഥകളും ചരിത്രവും കേട്ടറിഞ്ഞ് എല്ലാവർക്കും അറിയാം. അയാൾ തുടർന്നു. എന്നാൽ ജീവിച്ചിരുന്നപ്പോ അങ്ങനെയൊക്കെ കഴിഞ്ഞെന്ന സാഹിബ് പ്രേതമായി തീർന്നപ്പോൾ അതിനു പകരം യുവതികളുടെ രക്തം കുടിക്കുന്നു. അതുവഴി അവർക്ക് രതിസായുജ്യം പകർന്നു നൽകി ബർട്ടിയുടെ പണ്ടത്തെ ചെയ്തികൾ മറ്റൊരു വിധത്തിൽ അന്വർത്ഥമാക്കുന്നു. മാസ്റ്റർ പറഞ്ഞു. പ്രേതങ്ങൾ രക്തപാനം മാത്രമേ ചെയ്യൂ എന്നാണല്ലോ പണ്ടു മുതലുള്ള വിശ്വാസം. അല്ലെങ്കിലും അവനതിന്റെ ആവശ്യം വരുന്നില്ല. അവന് ആവശ്യം ചോര മാത്രമാണ്. അത് പുരുഷന്റെയും ആവാം. പക്ഷെ ഇവിടെ യുവതികളെ മാത്രമാണ് അതിനായി തെരഞ്ഞെടുക്കുന്നത്. കാരണം യുവതികളാകുമ്പോ അനായാസമായി അത് സാധിക്കാം, എതിർപ്പുണ്ടാവുകയില്ല. അതുകൊണ്ട് മിക്കവരും അത് രഹസ്യമായി വെക്കും. പിന്നെ മാസ്റ്റർ പറഞ്ഞതുപോലെ സ്ത്രീലമ്പടനായ ബർട്ടി പ്രേതമായപ്പോ സ്ത്രീകളെ പ്രാപിക്കാതെ അവരുടെ രക്തം മാത്രം ഉപയോഗിച്ച് ആ വിധത്തിൽ സ്ത്രീ സംസർഗം നിലനിർത്തുന്നു എന്നുള്ള ധാരണ പൊതുവായി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സൂരജ് സിഗരറ്റ് കത്തിച്ചു. ശരിയാണ്, ആ മനുഷ്യന്റെ ലക്ഷ്യത്തെപ്പറ്റി മറ്റെന്തോ കൂടി മാഷ് ഊഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചാർലിയും സിഗരറ്റിന് തീ കൊളുത്തി. അത് ഇങ്ങനെ രക്തപാനം നടത്തി ജീവിക്കുന്ന അമാനുഷ്യർ മരണത്തെ ദേഹിയും ദേഹവും തമ്മിലുള്ള ശാശ്വതമായ വേർതിരിച്ചലിനെ ഭയക്കുന്നവരായിരിക്കും. മനുഷ്യാവസ്ഥയിൽ തന്നെ കഴിയുവാനാണ് അവർക്ക് എപ്പോഴും താല്പര്യം. അതിലാണ് അവർ തങ്ങൾക്ക് നേരെ വരുന്ന ചെറിയൊരു വിപത്ത് പോലും മുൻകൂട്ടി കണ്ട് അതിനെതിരെ കരുനീക്കങ്ങൾ നടത്തുന്നത്. നമ്മളോട് അന്വേഷണങ്ങൾ നിർത്തി മടക്കണമെന്ന് സാനിയോട് പറഞ്ഞത് ഓർക്കുന്നുവോ? അത് ശരിക്കും താക്കീത് തന്നെയാണ്. നാം പിന്മാറാതിരുന്നാൽ തീർച്ചയായും അവൻ അറ്റാക്ക് ചെയ്യും. അതീന്ദ്രിയ പ്രജ്ഞ വഴി നമ്മുടെ നീക്കങ്ങൾ അറിഞ്ഞ് മനഃശക്തി കൊണ്ട് ആക്രമിക്കുവാൻ അവനാകും. അതവിടെ നിൽക്കട്ടെ, അരവിന്ദ മാസ്റ്റർ തുടർന്നു. അങ്ങനെ മനുഷ്യാവസ്ഥയിൽ തുടരുവാൻ ആഗ്രഹിക്കുന്ന ചീത്ത മനുഷ്യർ രക്തപാനം വഴി അത് കുറെയൊക്കെ നിലനിർത്തും. കേവലം മനുഷ്യരെക്കാൾ കുറെ കൂടി ജീവിക്കും. എങ്കിലും നല്ലവരായ അമാനുഷ്യരെ പോലെ ദീർഘകാലം കഴിയുവാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് ദുഷ്ടന്മാർ മറ്റൊരു മാർഗം തിരഞ്ഞെടുക്കുന്നു. ശരീരം നശിക്കാറാകുമെന്ന് ഉറപ്പാവുമ്പോ ആ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലെ യുവശരീരത്തിലെ ആത്മാവിനെ പുറന്തള്ളി അതിൽ കയറി കൊടുക എന്ന സംഗതി. പരകായ പ്രവേശം, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൂട് വിട്ട് കൂടുമാറൽ എന്ന് പറയും. ശരിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാം അന്വേഷിച്ചു നടന്ന ആ രത്നഗിരി കേസ് ഓർത്തു പോവുകയാണ് ഞാൻ. തമ്പുരാൻ എന്ന പേരായ ആ യോഗി നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഗൗതമിലേക്ക് പരകായ പ്രവേശം നടത്തി. അന്ന് നമ്മയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു. ഇന്നും അതേപ്പറ്റി ഉൾക്കിടലത്തോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയൂ. സൂരജ് കൈകൾ കൂട്ടിത്തിരുമ്മി. അതേ ലക്ഷ്യത്തോടെ ആയിരിക്കുമോ ഇവിടുത്തെ ഈ അമാനുഷ്യ പിശാച് നീങ്ങുന്നത്? ചാർലി സിഗരറ്റ് തുപ്പിക്കളഞ്ഞുകൊണ്ട് ഉത്കണ്ഠാകുലനായി. ആർക്കറിയാം, നാം ഇനിയും കുറെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന് സാധിക്കാത്തത് ചെയ്യുന്നവനാണല്ലോ അമാനുഷ്യൻ. അമാനുഷ്യന് സാധിക്കാത്തത് ചെയ്യുന്നവൻ ഈശ്വരനും, സൂരജ് പറഞ്ഞു. എന്തായാലും നമ്മുടെ ഈ സാത്താന് സുരക്ഷിതമായൊരു സ്ഥലവും സ്ഥാനവും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നാം അതറിയുകയാണ് ആദ്യം വേണ്ടത്. എങ്കിലേ അവനെതിരെ ഫലപ്രദമായി നീങ്ങാനാവൂ. അതെ, അതിനുള്ള ശ്രമങ്ങൾ നാം കാര്യമായി തുടരേണ്ടിയിരിക്കുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ, സൂരജ് അവതരിപ്പിച്ചു, വനങ്ങളോട് ചേർന്ന് തെങ്ങിൻ തോട്ടങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ജീവിയെ പറ്റി ഓർത്തു പോവുകയാണ്. പറക്കുന്ന അണ്ണൻ, പറവിരുക്, പറച്ചാത്തൻ, പറയണ്ണൻ എന്നൊക്കെ അതിനെ വിളിക്കും. മരത്തിൽ പിടിച്ചു കയറുകയും താഴേക്ക് പറന്നിറങ്ങും പോലെ സ്ഥാനം മാറുകയും ചെയ്യുന്ന അണ്ണാൻ വർഗത്തിൽ തന്നെയുള്ള കാട്ടുജീവിയാണ് പറയണ്ണൻ. അതൊരു സസ്യഭോജിയാണ്. നല്ല രുചിയാണ് അതിന്റെ ഇറച്ചിക്ക്. അതെ, ഞാൻ കുറെ എണ്ണത്തിന് വെടിവെച്ച് പിടിച്ചിട്ടുണ്ട്, ചാർലി പറഞ്ഞു.
സൂരജ് പറയുവാൻ വരുന്നത് ഞാൻ ഊഹിച്ചിരുന്നു. ആ ജീവി അതിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള ഒന്നും ഭക്ഷിക്കില്ല. കാമ്പ് ഉറച്ചു തുടങ്ങുന്ന തേങ്ങ കരണ്ട് അകത്തുള്ളത് ഭക്ഷിക്കലാണ് അതിന് പ്രിയം. അതിരിക്കുന്ന തെങ്ങിൻ തോപ്പിൽ നിന്നും ഒരിക്കലും അത് കരിക്ക് കരണ്ട് തിന്നുകയില്ല. അടുത്ത തോട്ടത്തിലെ അതിനായി പോകൂ. അതുകൊണ്ട് ഈ തോട്ടത്തിൽ തേങ്ങ കരണ്ട് വീണ് നശിക്കുന്നത് കണ്ടാൽ അടുത്ത തോട്ടത്തിലാണ് നാം വില്ലനെ തിരയേണ്ടത്. അതെ, സൂരജ് വ്യക്തമാക്കി. അതുപോലെ യുവതികൾക്കുണ്ടാകുന്ന അമാനുഷ്യ അനുഭവം ഇവിടെ ഈ മുത്തുകുളം താഴ്വരയിലാണ്. ചിരുവാണി വരടിമല താഴ്വാരത്തു നിന്നും അത്തരം റിപ്പോർട്ടൊന്നും ഈ 10 വർഷത്തിനിടയിൽ ഇല്ല. അതിനാൽ ആ മലവാരങ്ങളിൽ ഒരു അന്വേഷണം നടന്നായിരിക്കും. എന്റെ മനസ്സ് പറയുന്നു അവൻ ഈ മുത്തുകുളം ഭാഗത്തല്ല വസിക്കുന്നതെന്ന്. ഓഫ് കോഴ്സ്, നമുക്ക് അന്വേഷിക്കാം. നാളെ SI ആഷിക്കും വരുമല്ലോ, ഒന്ന് കറങ്ങി നോക്കാം. മാസ്റ്റർ എഴുന്നേറ്റു. എന്നാൽ നമുക്കൊന്ന് നടന്നിട്ട് വരാം. പള്ളിയിലും കയറാം. ഫാദർ അലക്സിനെയും ഒന്ന് കാണാമല്ലോ. ഓക്കെ, സൂരജും ചാർലിയും ഒരുമിച്ച് പറഞ്ഞു. അന്വേഷണ സംഘം അടുത്ത 4 ദിവസങ്ങളിൽ മുത്തിക്കുളം മലയ്ക്ക് കിഴക്ക് കിടക്കുന്ന ശിരുവാണി മലയുടെ താഴ്വാരവും പടിഞ്ഞാറുള്ള വരടിമല പ്രാന്ത പ്രദേശങ്ങളും സന്ദർശിച്ചു. സ്പിരിച്വലിസ്റ്റ് സൂരജ്, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ അരവിന്ദൻ, ആനപ്പാറ എസ്റ്റേറ്റ് ഉടമ ചാർലി, ആ പ്രദേശങ്ങൾ അധികാര പരിധിയിൽ വരുന്ന വെഞ്ചിയൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആഷിഖ്. ആദ്യ ദിവസം ഫാദർ അലക്സും ഒപ്പമുണ്ടായിരുന്നു. ചാർലിയുടെ 4-വീൽ ഡ്രൈവ് ജീപ്പാണ് അവർ യാത്രയ്ക്ക് ഉപയോഗിച്ചത്. ഇരുട്ടി തുടങ്ങിയതോടെ അവർ ചാർലിയുടെ തോട്ടത്തിലെ കെട്ടിടത്തിൽ വീണ്ടും ഒത്തുകൂടി. പരിചാരകരായ ചാക്കോച്ചനും ഗോവിന്ദനും അവർക്ക് ചായയും കപ്പ് ഉലർത്തിയതും തോട്ട പൊട്ടിച്ച് പിടിച്ച മത്സ്യവിഭവങ്ങൾ കറി വെച്ചതും വറുത്തതും വിളമ്പി. മഞ്ഞും കാറ്റുമേറ്റ് ദുർഘടമായ പാതകളിലൂടെ വാഹനത്തിലും അതിലേറെ കാൽനടയായും സഞ്ചരിച്ച് മിക്കവാറും ക്ഷീണിതരായിരുന്നു അവർ. ഭക്ഷണത്തിന് ശേഷം 4 പേരും കൂടി സംഭാഷണങ്ങളിൽ വീണ്ടും ഏർപ്പെട്ടു. പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് തന്നെ. 7:30 മണിയോടെ SI എഴുന്നേറ്റു. എന്നാൽ ഞാൻ വെഞ്ചിയൂർക്ക് പോവുക. 4 ദിവസമായില്ല വന്നിട്ട്. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എത്താം. നമുക്ക് കാര്യമായൊന്ന് സംശയിക്കത്തക്കതായി ആരെയും മനസ്സിലാക്കുവാനായില്ല എന്ന് കരുതി നാം നിരാശപ്പെടുകയൊന്നും വേണ്ട. ട്രൈ ചെയ്യുക തന്നെ. വി വിൽ ബി ഡൺ. അയാൾ മന്ദഹസിച്ച് തള്ളവരിൽ ഉയർത്തി കാണിച്ചിട്ട് പുറത്തേക്കിറങ്ങി. അവർ പരസ്പരം യാത്ര പറഞ്ഞു. ആഷിക്ക് ഷെഡിൽ വെച്ചിരിക്കുന്ന തന്റെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ അവിടം വിട്ടുപോയി. ആ മലവാരങ്ങളുടെ അവസാന താഴ്വാരത്തുള്ള 15 കിലോമീറ്റർ ദൂരെയുള്ള വെഞ്ചിയൂർ എന്നു പേരായ കൊച്ചു പട്ടണത്തിലേക്ക്. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ടാറില്ലാത്ത മലമ്പാതയിലൂടെ ഇറക്കത്തിലേക്ക് പോകുന്ന SIയുടെ ബൈക്കിൽ നിന്നുമുള്ള പ്രകാശ സഞ്ചാരം സ്വല്പനേരം നോക്കി നിന്നിട്ട് മൂവരും ചെറിയ ഹാൾ പോലെയുള്ള മുൻവശത്തെ മുറിയിൽ തന്നെ ചെന്നിരുന്ന് സംഭാഷണങ്ങൾ തുടർന്നു. രാത്രി 10:30 മണി സൂചിപ്പിച്ചുകൊണ്ട് ചുവർ ഘടികാരം 2 പ്രാവശ്യം ശബ്ദിച്ചു. സൂരജ് മേശയ്ക്ക് മുന്നിൽ എഴുത്തും മാപ്പ് വരക്കലും ചിന്തകളുമായി ഇരിക്കുകയാണ്. അരവിന്ദ മാസ്റ്ററും ചാർലിയും നല്ല ഉറക്കമായി. അപ്പുറത്തെ മുറിയിൽ ചാക്കോച്ചനും ഗോവിന്ദനും. സൂരജ് ക്ഷീണം വകവയ്ക്കാതെ ഉറക്കത്തെ അവഗണിച്ച് ആലോചന തുടരുകയാണ്. അങ്ങനെ വരടിമല കുടിയേറ്റക്കാരാലും കൃഷിക്കാരാലും ഒരുവിധം സജീവമായതുകൊണ്ട് അവിടെ രഹസ്യ സ്വഭാവമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അങ്ങനെ ആർക്കും കഴിയുകയില്ല. അതിനാൽ ആ മലയും താഴ്വരയും ഒഴിവാക്കാം. പിന്നെയുള്ളത് ഈ മലയും ഇതിന്റെ താഴ്വാരവും. മുത്തുകുളം മല. ആ മനുഷ്യൻ ഇവിടെയല്ല താവളമാക്കിയിരിക്കുന്നത് എന്ന് ഊഹിക്കുന്നതിനാൽ തൽക്കാലം ഇതും പരിഗണിക്കേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ രഹസ്യ സ്വഭാവമുള്ള കെട്ടിടങ്ങളോ ഗുഹകളോ സ്ഥാപനങ്ങളോ ഒന്നുമില്ല. ഇനിയുള്ളത് ശിരുവാണിമലയും പ്രാന്തഭാഗങ്ങളുമാണ്. ദുർഘടമായ ഏറ്റവും ഉയരത്തിൽ നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ആ പ്രദേശം ഒറ്റപ്പെട്ട മേഖലയാണ്. ചായ, കാപ്പി, ഏലം തോട്ടങ്ങൾ, പുൽത്തൈലം, രാമച്ചത്തൈല ചെടിത്തോട്ടങ്ങളും പരിലസിക്കുന്ന ശിരുവാണിമലയും താഴ്വരയും താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. വൻകിട തോട്ടങ്ങളും ചെറിയ ബംഗ്ലാവുകളുമാണ് ശിരുവാണിമലയുടെ സിംഹഭാഗത്തുള്ളത്. താഴ്വരയിൽ തൈലപ്പുല്ല് കൃഷിയും 2 ആദിവാസി ഊരുകളും നാമമാത്രമായി ഏതാനും കുടിയേറ്റ കർഷകരും. പിന്നെ പുല്ലുവാറ്റി തൈലം ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ രീതിയിലുള്ള ഫാക്ടറിയും ശിരുവാണി ഓയിൽ മിൽ. അത്രയുമല്ലാതെ പ്രത്യേകിച്ചൊന്നും ശിരുവാണി ഭാഗത്തില്ല. ഇനി വല്ല രഹസ്യ ഗുഹകളോ തുരങ്കങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് ആർക്കറിയാം. നിബിഡ വനത്തിൽ അതൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ വനത്തിലായിരിക്കും രഹസ്യമായി പാർക്കുന്നത്. എന്തായാലും അവന്റെ താവളം കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ്. കണ്ടെത്തിയാൽ തന്നെയും അവന് അവിടെ അപ്പോൾ അഭിമുഖീകരിക്കാനാവില്ല. അമാനുഷിക കഴിവുള്ള അവൻ അന്വേഷകരെ പറ്റി മുൻകൂട്ടി അറിഞ്ഞ് സ്ഥലം മാറിക്കളയും. ഒരുപക്ഷെ ആക്രമിച്ചെന്നും മരിക്കും മനഃശക്തി ഉപയോഗിച്ച്.
സൂരജ് സിഗരറ്റ് കത്തിച്ചിട്ട് കൂട്ടുവായിട്ടു. അനന്തരം മെഴുകുതിരി വിളക്ക് കുറച്ചുകൂടെ അടുപ്പിച്ചു വെച്ച് കുറിപ്പുകൾ രേഖപ്പെടുത്തിയ കടലാസുകളിൽ ഒന്നെടുത്ത് നോക്കുവാൻ തയ്യാറായി. ഒരു 3 മിനിറ്റ് പിന്നിട്ട് കാണും. നെരിപ്പോടിലെരിയുന്ന വിറകുമുട്ടി നീറിപ്പൊട്ടുന്ന ശബ്ദം ശ്രവിച്ച് സൂരജ് ഇടതുവശത്തേക്ക് സ്വല്പം പിന്നിലേക്ക് തലതിരിച്ചു. നെരിപ്പോടിൽ നിന്നും തീക്കനലൊന്നും പുറത്തേക്ക് ചാടിയിട്ടില്ലെന്ന് അയാൾ ഉറപ്പുവരുത്തി. ആശ്വാസത്തോടെ അയാൾ വീണ്ടും കയ്യിലെ നോട്ടിലേക്ക് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. തത്സമയം ആരോ ഊതിക്കെടുത്തിയതുപോലെ മെഴുകുതിരി നാളം അണഞ്ഞു. പുറത്ത് കാറ്റ് വീശുന്നുണ്ടെങ്കിലും അത് വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ ആ മുറിയിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. ഇടയ്ക്കിടെ കാറ്റ് ശക്തിയായി ചൂളം കുത്തുമ്പോൾ അതിന്റെ അലകൾ നേരിയ തോതിൽ അവിടേക്ക് കടന്നു വരാം. പക്ഷെ അതൊരു മെഴുകുതിരി നാളം, അതും ക്യാൻഡിൽ ലാമ്പിനകത്തെ നാളം കെടുത്തുവാൻ പോകുന്നതൊന്നുമായിരിക്കില്ല. തിരി അണഞ്ഞപ്പോൾ ഒരിടത്തു നിന്നും കാറ്റ് വീശിയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ സൂരജിന് അസാധാരണത്വം തോന്നി. അയാൾ പതുക്കെ എഴുന്നേറ്റു. അപ്പോൾ പുറത്ത് പുകപ്പുരയുടെ സ്റ്റോക്ക് പുരയുടെ സമീപത്തു നിന്നും ചാർലിയുടെ വേട്ടപ്പട്ടി പ്യാരി വല്ലാത്ത രീതിയിൽ ശബ്ദിക്കുന്നത് കേൾക്കുവാനായി. പ്യാരിയുടെ ആ മോങ്ങിക്കരച്ചിലിൽ വിചിത്രമായിട്ട് എന്തോ ഉണ്ടെന്ന് സൂരജിന് മനസ്സിലായി. അയാൾ തൂങ്ങിക്കിടക്കുന്ന ശരണാന്തിലിനടുത്തേക്ക് ചെന്ന് അതിന്റെ തിരി നിവർത്തി മുറിയിൽ ആകെ ഒന്ന് കണ്ണോടിച്ചിട്ട് ചാർലി കിടക്കുന്ന കട്ടിലിന് താഴെ വെച്ചിരിക്കുന്ന ടോർച്ച് എടുക്കുവാനായി കുനിഞ്ഞു. ചാർലിയും സമീപത്തെ കട്ടിലിൽ കിടക്കുന്ന അരവിന്ദ മാസ്റ്ററും ഒന്നും അറിയുന്നില്ല. ഇരുവരും നേരിയ കൂർക്കം വലിയോടെ നല്ല ഉറക്കത്തിലാണ്. ടോർച്ചുമായി സൂരജ് നിവർന്നു. തത്സമയം പൊടുന്നലെ റാന്തലിന്റെ നാളവും അണഞ്ഞു. നെരിപ്പോടിലെ ജ്വലിക്കുന്ന കനലുകളുടെ നീലപടർന്ന തങ്കവർണ്ണ പ്രഭ മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു. സൂരജ് ടോർച്ച് പ്രകാശിപ്പിച്ചു. ആ നേരത്ത് വിചിത്രമായിട്ടുള്ള ആ സംഭവം കണ്ടു. മേശപ്പുറത്തിരിക്കുന്ന പേപ്പറുകൾ ഇളകി ഉയരുന്നു. അവ ഒന്നിനു പിറകെ മറ്റൊന്നായി നെരിപ്പോടിലേക്ക് ഒഴുകുന്നു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ കുറെ കടലാസുകൾ ആ അഗ്നിപൊത്തിലേക്ക് സ്വയം ഗമിച്ചെന്ന് കത്തി. ചൂട് അല്പവും വെളിച്ചമേറെയും സംജാതമായി. സൂരജിന്റെ നട്ടലിനോടെ തീയമ്പുകൾ തലച്ചോറിലേക്ക് പാഞ്ഞു. അഭൗതിക വിഷയങ്ങളെപ്പറ്റി നന്നായി അറിയാവുന്ന അയാൾ ഊഹിച്ചു, അമാനുഷ്യൻ സമീപത്ത് എവിടെയോ ഉണ്ട്. അവൻ മനഃശക്തി വിനിയോഗിച്ച് ചെയ്യുന്ന അമാനുഷ്യ പ്രവൃത്തികളാണിതൊക്കെ. താൻ എഴുതിയുണ്ടാക്കിയ നോട്ടുകൾ, വരച്ചുണ്ടാക്കിയതും ശേഖരിച്ചു വച്ചതുമായ മാപ്പുകൾ, പ്രാചീന രേഖാപത്രങ്ങൾ എല്ലാം ഇതാ കത്തിച്ചാമ്പലായിരിക്കുന്നു. മിക്കവാറും ശൂന്യമായ മനസ്സുമായി വല്ലാത്തൊരവസ്ഥയിൽ ചലിക്കാനാവാതെ നിൽക്കുകയാണ് സൂരജ്. ടോർച്ച് കത്തിച്ചു തന്നെ പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അയാളിൽ ഭയം സംക്രമിച്ചിരുന്നില്ല. കാറ്റ് ശക്തി പ്രാപിക്കുവാൻ ആരംഭിച്ചു. പ്യാരിയുടെ മോങ്ങൽ കൂടുകയാണ്. ഇപ്പോൾ കുറുക്കന്മാരും ഓരിയിടുന്നുണ്ട്. അധികം ദൂരെ നിന്നുമല്ലാതെ കടവാവലുകൾ ചിറകടിക്കുന്ന സ്വരവും കേൾക്കാം. ഹാൾ പോലെയുള്ള ആ മുറിയിലെ ചോർഘടികാരം 11 സൂചിപ്പിച്ചുകൊണ്ട് മുഴങ്ങുവാൻ തുടങ്ങി. 1, 2, 3, 4. പെട്ടെന്ന് പെൺപിള്ള സ്വരം നിലച്ചു. സൂരജ് പകപ്പോടെ ആശ്ചര്യപ്പെട്ടു. ക്ലോക്കിന്റെ തകരാറ് കൊണ്ട് സംഭവിച്ചത് അല്ല ഇത്. തീർച്ചയായും ഇവിടെ അസാധാരണമായ ഒന്നിന്റെ സാന്നിധ്യമുണ്ട്. ആ മനുഷ്യന്റെ മാനസ സാന്നിധ്യം തന്നെയാണത്. അവന്റെ സ്ഥൂല ശരീരത്തിന്റെ ആസ്ട്രൽ ബോഡിയുടെ പ്രസൻസ്. 10 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ലോക്ക് വീണ്ടും ശബ്ദിക്കുവാൻ തുടങ്ങി. 5, 6, 7, 8, 9, 10. 11ാമത്തെ മുഴക്കം ഇല്ല. താൻ എണ്ണിയത് തെറ്റിയോ? ഇല്ല, തെറ്റാൻ ന്യായമില്ല. അടുത്തൊരു 10 സെക്കൻഡ് കൂടി കനം തൂങ്ങി കടന്നുപോയി. ടിങ്! ഘടികാരം 11ാമത്തെ മുഴക്കവും സൃഷ്ടിച്ചു. പിന്നാലെ സൂരജിന്റെ കയ്യിലിരിക്കുന്ന കത്തിച്ചു പിടിച്ചിരിക്കുന്ന ടോർച്ച് വിരലനക്കാതെ തന്നെ കെട്ടു. നിർവചിക്കാനാവാത്ത എന്തോ ഒന്ന് തന്നിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന അനുഭവം സൂരജിനുണ്ടായി തുടങ്ങി. തുടർന്ന് അയാളുടെ അന്തരംഗത്തിലേക്ക് വിചിത്രമായൊരു ആജ്ഞ കടന്നു വന്നു. പുറത്തേക്ക് വരിക. നിന്നോട് എനിക്ക് നേരിൽ സംസാരിക്കണം. ആ ആജ്ഞ ആവർത്തിച്ച് കുറച്ചു കഴിഞ്ഞ് സൂരജ് ചലിച്ചു. അണിഞ്ഞുപോയ ടോർച്ചുമായി അയാൾ കതകിന് നേരെ ചെന്നു. അപ്പോൾ തന്നിലെ വിചിത്രമായ മാനസിക ശാരീരിക അനുഭവങ്ങൾ ആ 40കാരൻ ശരിക്കും അറിഞ്ഞു. അയാൾ കുറ്റികൾ അകറ്റി വാതിൽപ്പാളികൾ തുറന്നു. പിന്നെ ആരോ നയിക്കുന്നത് പോലെ യാന്ത്രികമെന്നോണം പുകപ്പുരയുടെ വശത്തേക്ക് ചൂടുകൾ വെച്ചു. തത്സമയം ഞെക്കുവിളക്ക് പ്രവർത്തനക്ഷമമായി. ചൂളം കുത്തിപ്പായുന്ന കാറ്റിന്റെ ആരവും താഴ്വരയിൽ നിന്നും കൃഷിക്കാവൽക്കാർ ഉയർത്തുന്ന ശബ്ദഘോഷങ്ങളും വ്യക്തമായി. ചീവീടുകളുടെയും മരത്തവളുകളുടെയും രോദനങ്ങളോടൊപ്പം പ്യാരയുടെ മോങ്ങൽ ഉച്ചത്തിലായി. തോട്ടത്തിനു മുകളിൽ നിന്നും കുറുക്കന്മാരുടെയും കേഴമാന്റെയും സ്വരങ്ങളും. പുകപ്പുരയുടെ സമീപത്തെത്തിയപ്പോൾ
പ്യാരി കരഞ്ഞുകൊണ്ട് തന്റെ സമീപത്തേക്ക് ഓടി വരുന്നത് ടോർച്ച് ലൈറ്റ് വെളിച്ചത്തിൽ സൂരജ് കണ്ടു. ഭയപ്പെടുകയും അസ്വസ്ഥമാകുകയും ചെയ്യുന്നത് പോലെ നായ വല്ലാത്ത സ്വരങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. എങ്കിലും അയാളുടെ സാന്നിധ്യം ആ നാൽക്കാലിയിൽ ആശ്വാസവും ധൈര്യവും വളർത്തുന്നത് കണക്കെ കാണപ്പെട്ടു. സൂരജ് നായയെ ഗൗനിച്ചില്ല. അതിനുള്ള മാനസിക നിലയിലല്ലായിരുന്നു അയാൾ. കൃത്യമായൊരു ലക്ഷ്യത്തിലേക്ക് എന്ന പോലെ നടന്നു നീങ്ങുന്ന സൂരജിന് സ്വന്തം മനസ്സ് മിക്കവാറും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. മറ്റൊരു വ്യക്തിയുടെ അഥവാ ശക്തിയുടെ നിയന്ത്രണത്തിൽ എന്ന വണ്ണമാണ് ആ യുവാവ് ഇപ്പോൾ നീങ്ങുന്നത്, ഒരു സ്വപ്നാടകനെ പോലെ. സൂരജിന് പിന്നാലെ മടിച്ചും പേടിച്ചും പ്യാരിയും ചെല്ലുന്നുണ്ട്. അതിപ്പോൾ പുറപ്പെടുവിക്കുന്ന വിചിത്ര സ്വരങ്ങൾ ഇടവിട്ട് മെല്ലെയായി. പുകപ്പുരയുടെ തെക്ക് ഭാഗത്തെത്തിയപ്പോൾ സൂരജിന്റെ കയ്യിലെ സ്വിച്ചിൽ ഞെക്കി പിടിച്ചിരുന്ന ടോർച്ച് ഒരിക്കൽ കൂടി യാന്ത്രികമായി ഓഫായി. പ്യാരി തൽക്ഷണം നിന്നു. സൂരജ് 2-3 ചുവടുകൾ കൂടി വെച്ച് അവിടെയുള്ളൊരു ചാഞ്ഞ കൊന്നത്തെങ്ങിന് മുന്നിൽ നിശ്ചലനായി. അയാൾ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. അപ്പോൾ തെങ്ങിൽ ചാരി നിൽക്കുകയായിരുന്ന കറുത്ത ലോഹ ധരിച്ച ആ മനുഷ്യൻ നിവർന്നു നിന്നു. കഴുത്തിന്റെ മേലറ്റം മുതൽ പാദങ്ങൾ വരെ എത്തുന്ന ബ്ലാക്ക് ഗൗൺ ധരിച്ച ആ സത്വത്തെ സൂരജിന് അവ്യക്തമായിട്ട് മാത്രമേ കാണാനാകുന്നുള്ളൂ. തന്റെ 5 അടി മുന്നിലായി 6 അടിയോളം ഉയരമുള്ളൊരു കറുകറുത്ത രൂപം. അതുമല്ലെങ്കിൽ മനുഷ്യനെ പോലുള്ള ഒരു രൂപം നിൽപ്പുണ്ടെന്ന് അയാൾ തീർത്തും ഉറപ്പാക്കി. സൂരജിന് വ്യത്യസ്തമായൊരു മാന്ദ്യത അനുഭവപ്പെട്ടു. ചുറ്റും ഗൂഢമായൊരു കാന്തിക വലയം ഉള്ളതുപോലെയും. പ്യാരി അതിനെ നോക്കി മൂങ്ങിക്കരയിൽ തുടരുകയാണ്. കടവാവൽ ചിറകടിച്ച് സ്വരമുയർത്തി താഴ്ന്ന് പറന്നുപോയി. താഴ്വരയിൽ നിന്നും നായ്ക്കൾ തോട്ടത്തിന് മുകളിൽ നിന്നുമുള്ള കുറുക്കന്മാരുടെ ഓരിയലോടുകളെ പരിഹസിക്കുമാറ് ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. മുഴുവനായി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മനസ്സിന്റെ കരുത്തിൽ താങ്ങി സൂരജ് പെട്ടെന്ന് കരമുയർത്തി ഇളക്കിക്കൊണ്ട് ടോർച്ച് സ്വിച്ചിൽ നന്നായി വിരലമർത്തി. വീണ്ടും വീണ്ടും. പക്ഷെ അത് കത്തിയില്ല. തത്സമയം വിചിത്ര മനുഷ്യൻ കളിയാക്കും വണ്ണം കുറച്ചുറക്കിയൊരു അപശബ്ദമുണ്ടാക്കി. അന്നേരം അയാൾ ആകെയൊന്നു ഉലഞ്ഞു. അതും അതിനു മുമ്പുണ്ടായ സൂരജിന്റെ കരചലനവും മൂങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്ന പ്യാരിയിൽ പൊടുന്നനെ ഒരു വ്യതിയാനം സൃഷ്ടിച്ചു. അവൻ 2 അടി മുന്നോട്ട് ചാടി ആ രൂപത്തോടടുത്ത് ശക്തിയായെന്ന് കുരച്ചു. 3-4 നിമിഷങ്ങൾ കഴിഞ്ഞ് പിന്നെയും കുരച്ചു. അയാൾ ഒരനക്കമുണ്ടാക്കിയതായി സൂരജ് അറിഞ്ഞു. അപ്പോൾ വീണ്ടും കുരയ്ക്കുവാൻ തുനിഞ്ഞ പ്യാരി ഭയം കലർന്നൊരു നീണ്ട ദയനീയ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പിന്തിരിഞ്ഞോടിയെന്ന് സൂരജ് ഊഹിച്ചു, അഥവാ അനുമാനിച്ചു. ആ ഭൗതിക ബലത്താൽ നായ അവിടെ നിന്നും സാമാന്യ ദൂരേക്ക് എടുത്തെറിയപ്പെടുകയാണ് ഉണ്ടായതെന്ന് സൂരജിന് ആ സമയം മനസ്സിലായില്ല. കഴിയുന്നതും ഞാൻ ആരെയും ഒന്നിനെയും ഉപദ്രവിക്കുകയില്ല, പക്ഷെ നിവൃത്തിയില്ലാതെ വന്നാൽ. ആ രൂപത്തിൽ നിന്നും മുഴങ്ങുന്ന സ്വരമുയർന്നു. അത് ശ്രവിച്ചപ്പോൾ സൂരജിന് ഉറപ്പായി അവൻ നായയെ ഉപദ്രവിക്കുകയായിരുന്നുവെന്ന്. ഒരു പ്രചോദനം കിട്ടിയതുപോലെ അയാൾ ചോദിച്ചു, ആരാണ് നിങ്ങൾ? ഞാൻ മരണമില്ലാത്തവൻ, മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്നവൻ, നിശയെ അറിയുന്നവൻ, നിശയിൽ കരുത്തു പ്രാപിക്കുന്നവൻ, മനുഷ്യ മനസ്സിനെയും സകല വസ്തുക്കളെയും ഇച്ഛാനുസരണം നിയന്ത്രിക്കുവാൻ കഴിവുള്ളവൻ, ആഗ്രഹിക്കുന്നത് എന്തും അനുഭവിക്കാൻ കെൽപ്പുള്ളവൻ, ആത്മാവിനെ പുറന്തള്ളുവാനും അപ്രത്യക്ഷമാക്കാനും ശക്തിയുള്ളവൻ. ഞാൻ അമാനുഷ്യൻ, അമർത്യൻ. നിനക്കെന്നെ സർ ബർട്ടി എന്നോ ബർട്ടി സാഹിബ് എന്നോ വിളിക്കാം. ഇല്ല ഇല്ല, നിങ്ങൾ ബർട്ടിയല്ല. സൂരജ് വല്ലവിധേനയും നിഷേധിച്ചു. ബർട്ടി 150 വർഷങ്ങൾക്ക് മുമ്പ് ജീപ്പ് അപകടത്തിൽ കൊല്ലപ്പെട്ടു. നിങ്ങൾ ബർട്ടിയുടെ വേഷം കിട്ടിയ ഒരു അമാനുഷ്യനാണ്. എന്തുകൊണ്ട് സൂരജിന് അപ്പോൾ വലിയ ഭയം തോന്നിയില്ല. ആ മനുഷ്യൻ ചിരിച്ചു. നിന്റെ കണ്ടെത്തൽ കൊള്ളാം. മരിച്ചവർ പുനർജനിക്കില്ലെന്ന്, അതായത് പ്രേതങ്ങളായി ജീവിക്കുകയില്ലെന്ന് നിന്റെ കണ്ടെത്തലിലും വിശ്വാസത്തിലും നീ മുറുകെ പിടിച്ചിരുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. സൂരജ് ഓർത്തു, ഇവൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോ പ്രേതമാണെന്ന് കരുതുക. പ്രേതങ്ങൾക്ക് കുരിശ്, ഹാനാൻ വെള്ളം, വാഴ്ത്തിയ അപ്പം, വെഞ്ചരിച്ച കുരുത്തോല, വെളുത്തുള്ളിപ്പൂവ് തുടങ്ങിയ വിശുദ്ധ വസ്തുക്കളോട് ഭയമായിരിക്കും. അതാണല്ലോ പൗരാണിക കാലം മുതലുള്ള വിശ്വാസം. അങ്ങനെയെങ്കിൽ ഇവന്റെ ഇരയായ സൈനയുടെ കഴുത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന മാലയിൽ വെഞ്ചരിച്ച കുരിശ് രൂപം കൊളുത്തിയിരുന്നു. കൂടാതെ സൈന കിടത്തപ്പെട്ട കല്ലറയുടെ തലക്കിലും കുരിശുണ്ടായിരുന്നു. സിമന്റിൽ തീർത്ത കുരിശ്. അതൊന്നും ഇവനൊരു പ്രശ്നമായിരുന്നില്ല. അതിനാൽ ഇവൻ വിദഗ്ധനായി കബളിപ്പിക്കുകയാണ്, പ്രേതമെന്ന വിശ്വാസം അടിച്ചേൽപ്പിക്കുകയാണ്. സൂരജ് അങ്ങനെ ഓർത്തു നിൽക്കവേ ആ മനുഷ്യനിൽ നിന്നും അണലി ചീറ്റും കണക്കിയുള്ള ശബ്ദം വീണ്ടും ഉയർന്നു. നിനക്ക് താത്വികമായി
ചിലതെല്ലാം അഭൗതിക വിഷയത്തെ പറ്റി അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതുപയോഗിച്ചുകൊണ്ട് നീ നിന്നിലും കഴിവുള്ളവനെ പഠിക്കുവാനും പരീക്ഷിക്കുവാനും മുതിരരുത്. അത് അപകടമായിരിക്കും. സൂരജ് അതങ്ങനെ ശ്രവിച്ചു നിൽക്കവേ അതിഥിയുടെ ഭാഗത്തു നിന്നും സൂരജിന്റെ ഭാഗത്തേക്ക് ചെറുകാറ്റ് വീശിയിറങ്ങി. അപ്പോൾ സൂരജിന് പഴകിയ രക്തത്തിന്റെ ഗന്ധം അനുഭവപ്പെട്ടു. ഒപ്പം വല്ലാത്തൊരു പരിമളവും. ആ വാസന രക്തത്തിന്റെ മണവുമായി കൂടിക്കലർന്ന് അത് എന്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. പരിമളം വേർതിരിച്ചറിയുവാൻ ശ്വാസം വലിച്ചുവിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയെ സൂരജ് വീണ്ടും കേട്ടു. ഇനിയും നീ എനിക്കെതിരെ നീങ്ങുവാനാണ് നിശ്ചയിക്കുന്നതെങ്കിൽ നാം വീണ്ടും കണ്ടുമുട്ടും. പക്ഷെ അപ്പോൾ ഈ സൗഹൃദം ഉണ്ടായെന്ന് വരില്ല. ശരി, പിരിയാം. ആ മനുഷ്യൻ അത്രയും അറിയിച്ചതിന് പിന്നാലെ സൂരജിന്റെ കയ്യിലിരിക്കുന്ന ടോർച്ച് പ്രകാശിച്ചു. അതോടെ അയാളുടെ മാനസികാവസ്ഥയിൽ മാറ്റമുണ്ടായി. അയാൾ നോർമലായി. അത്ഭുതകരമെന്നും പറയട്ടെ, ആ മനുഷ്യനെ അപ്പോൾ ആ ഭാഗത്തു നിന്നും കണ്ടില്ല. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നത് കണക്ക് അയാൾ അപ്രത്യക്ഷമായിരിക്കുന്നു. സൂരജിന് കാര്യം മനസ്സിലായി. ആ മനുഷ്യന് അവന് ചുറ്റും അതിശക്തമായ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡ്, അതായത് കാന്തികോർജ മണ്ഡലം സൃഷ്ടിച്ച് മറ്റുള്ളവർക്ക് ഗോചരമാവാതെ നിൽക്കുവാനും നടന്നകലുവാനുമുള്ള കഴിവുണ്ട്. അതാണ് ഇവിടെ അവൻ ചെയ്തിരിക്കുന്നത്. സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും ആ സാത്താൻ, അല്ലെങ്കിൽ നടന്നകലുമായിരിക്കും അവന്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക്. ഓ ഭയങ്കരം! അവനെ ഒന്ന് ശരിക്കും കാണാനായില്ലല്ലോ. സ്വരം മാത്രം ശ്രവിച്ചു. ഹൗ, എന്തിൻ്റെതാണോ ഗന്ധം? ദുഷിച്ച രക്തവുമായി കലർന്ന് അനുഭവപ്പെട്ട ആ സുഗന്ധം വല്ലാത്തത് തന്നെ. ആ പരിമളം. സൂരജ് തീവ്രമായി ചിന്തിച്ചുകൊണ്ട് ഒരു വിധത്തിൽ തിരിച്ചു നടന്നു. അപ്പോൾ അയാളിൽ തെല്ല് ഭയം നുരയിട്ടുകൊണ്ടിരുന്നു. സൂരജ് തനിക്കുണ്ടായ അനുഭവം അരവിന്ദ മാസ്റ്ററെയും ചാർലിയെയും വിളിച്ചുണർത്തി അറിയിച്ചു. ഒരു പ്രേതകഥയിലെ സുപ്രധാന ഭാഗം ശ്രദ്ധിക്കുന്നത് പോലെയാണ് അവരത് മനസ്സിലാക്കിയത്. സൂരജിന് എന്ത് തോന്നുന്നു? അതായത് മാനസികാവസ്ഥ? അപ്പോൾ വലിയ ഭയമൊന്നും തോന്നില്ല മാസ്റ്റർ. സംഗതികൾ കഴിയും വേഗം ഗ്രഹിക്കുവാനുള്ള ജിജ്ഞാസയായിരുന്നു ആ സമയത്ത്. സൂരജ് സിഗരറ്റ് കത്തിച്ചു. സൈന നമ്മോട് പറഞ്ഞത് ഓർക്കുന്നുവോ? ആ സാത്താൻ അവളുമായി ബന്ധപ്പെട്ടപ്പോൾ അവൾക്കൊരു ഗന്ധം അനുഭവപ്പെട്ട കാര്യം. ഉവ്വ്, ദുഷിച്ച രക്തവുമായി കലർന്ന ഒരു പരിമളം, വല്ലാത്തൊരു വാസന. അതെ, ആ മണം എനിക്കും ആസ്വദിക്കുവാനായി. അതിൽ രക്തഗന്ധം വിട്ടുകളയാം. രക്തപാനം നടത്തുന്നതിൽ നിന്നും ആ മണം ഉണ്ടാവുക സ്വാഭാവികം തന്നെ. പക്ഷേ അതോടൊപ്പമുള്ള ആ പരിമളം, അതാണ് ഞാൻ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നത്. എന്തിന്റെ വാസനയാണത്? സൂരജ് അത് മനസ്സിലാക്കുവാൻ അത് ഉൾക്കൊണ്ട സമയം മുതൽ ആലോചിക്കുകയാണ്. മുല്ലയുടെയോ റോസയുടെയോ അല്ല. അതെ, അതൊരു പുഷ്പഗന്ധമല്ല, ഉറപ്പാണ്. പിന്നെന്താണ്? ആ, ചന്ദനം. ഏതാണ്ട് ചന്ദനഗന്ധം പോലെ. പക്ഷെ തീർത്തും ചന്ദനത്തിൻ്റെതല്ലതാനും. എന്തായാലും ചന്ദനവാസന കലർന്ന മണമാണ്. എന്തോ മിശ്രിത പരിമളം. സൂരജ്, ഞാനിവിടെ ചെറിയ കുപ്പികളിൽ ചില വാസന തൈലങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചാർലി എഴുന്നേറ്റു. രാമച്ചം, ചന്ദനം, ചെങ്ങണപ്പുല്ല് തുടങ്ങിയവയുടെ ഓയിലുകൾ. ഞാനവ എടുത്തുകൊണ്ടുവരാം. ചാർലി അടുത്ത മുറിയിലേക്ക് പോയി. പിന്നെ 3 ചെറിയ കുപ്പികളുമായി വന്നു. ഇത് കുറെ കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതാ. പണ്ടൊരിക്കൽ ആ ശിരുവാണി ഓയിൽ മില്ലിൽ പോയപ്പോ അവിടെയുള്ളൊരു പരിചയക്കാരൻ പണിക്കാരെ എടുത്തു തന്ന സാമ്പിളാണ്. ഇതിൽ പുൽത്തൈലം, രാമച്ച തൈലം എന്നിവയെ അവിടെ മാറ്റുന്നുള്ളൂ. ചന്ദന തൈലം മാറ്റുവാൻ അവർക്ക് ലൈസൻസ് ഇല്ല. എങ്കിലും രഹസ്യമായി അവരത് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ അവിടെ ശിരുവാണി വനത്തിൽ നിന്നും ആദിവാസികൾ കട്ടുമുറിച്ചു കടത്തുന്ന ചന്ദനമുട്ടികൾ ആ ഓയിൽ മില്ലിൽ വിൽക്കുക പതിവാണ്. അവരത് രാമച്ചത്തിന്റെയും പുല്ലിന്റെയും മറപിടിച്ച് അതീവ രഹസ്യമായി അവിടെ മാറ്റിയെടുക്കുന്നു. അത് ശരി. സൂരജ് കുപ്പികൾ വാങ്ങി തുറന്ന് മണത്തു നോക്കി. ഓരോന്നും മാറി മാറി. പിന്നീട് അയാൾ പെൻസിലഗ്രം കൊണ്ട് 3 കുപ്പികളിൽ നിന്നും 2-3 തുള്ളികൾ വീതം ഉള്ളം കൈയിലേക്ക് ഇറ്റിച്ച് നന്നായി മിക്സ് ചെയ്തു. ചാർലി കുപ്പികൾ അടച്ച് അവ ഇരുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോയി വെച്ചു. സൂരജിന്റെ നിർദ്ദേശാനുസരണം കയ്യിലെടുത്തവയുടെ മാത്രം വാസന ആസ്വദിക്കാനാണ് കുപ്പികൾ അവിടെ നിന്നും അയാൾ മാറ്റിയത്. കറക്റ്റ്, അതെ, ഈ വാസന തന്നെ. സൂരജ് ശ്വാസം വലിച്ചു വിട്ടു. ഓഫ് കോഴ്സ്, ഇത് തന്നെ. ചന്ദനവും രാമച്ചവും പുല്ലും, ഇവ 3ന്റെയും മിശ്രിത പരിമളം തന്നെ. രക്തഗന്ധം അതോടൊപ്പം എങ്ങനെ? അയാൾ അത്ഭുതത്തോടെ ഉറപ്പാക്കി. അപ്പോൾ മാസ്റ്റർ ജിജ്ഞാസപ്പെട്ടു. അവനി ഓയിൽസ് രക്തഗന്ധം മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കാനായി
ദേഹത്ത് പുരട്ടി നടക്കുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? ചാർലി സംശയിച്ചു. ആ ഉദ്ദേശമെങ്കിൽ എന്തിനീ 3 തൈലങ്ങൾ മിക്സ് ചെയ്ത് പുരട്ടണം? ഏതെങ്കിലും ഒരു തൈലം മതിയല്ലോ. സൂരജ് ചിരിച്ചു. അപ്പോൾ അപ്പോൾ അതിനർത്ഥം അത് തികച്ചും സ്വാഭാവികമാണെന്നാണ്. ഈ 3 ഓയിലുകളുമായി നിരന്തരം സമ്പർക്കപ്പെടുന്നവനാണ് അവൻ. ഇവയുടെ വാസന അത്ര പെട്ടെന്ന് ദേഹത്തു നിന്ന് പോവുകയില്ലല്ലോ. അല്പം ആലോചിച്ച് സൂരജ് പ്രഖ്യാപിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് ശിരുവാണി ഓയിൽ മിൽ. അത് തന്നെ. ആ തൈലം ഉൽപാദന സ്ഥാപനവുമായി നമ്മുടെ വില്ലന് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കുന്നു. അരവിന്ദ മാസ്റ്ററും ചാർലിയും ആശ്ചര്യത്തോടെ സൂരജിനെ വീക്ഷിച്ചു. അവരുടെ നോട്ടത്തിൽ അയാളെ അംഗീകരിക്കുന്നതിന്റെയും അഭിനന്ദിക്കുന്നതിന്റെയും ധ്വനി പടർന്നിരുന്നു. നാം ശിരുവാണി ഭാഗം സന്ദർശിക്കാൻ പോയപ്പോ ആ ഓയിൽ മില്ല് കണ്ടുവെങ്കിലും അതിനകത്ത് കയറി നോക്കിയില്ല. മാസ്റ്റർക്ക് കുണ്ഠിതമുണ്ടായി. അത് നന്നായേ ഉള്ളൂ. നമ്മുടെ വില്ലൻ അതിനകത്തുള്ള ഒരുവനാണെങ്കിൽ നാം അവിടെ സംശയിക്കുന്നു എന്ന ധാരണ അവനുണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത്? സൂരജ് ചോദിച്ചു. എത്ര കാലമായി ചാർലി ആ മില്ല് അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്? ഏതാണ്ട് ഒരു 15 വർഷം. ആ ഭാഗമെല്ലാം നന്നായി അറിയാവുന്ന ചാർലി പറഞ്ഞു. കോയമ്പത്തൂരിനടുത്തുള്ള തുടിയല്ലൂർ ഗ്രാമവാസിയായ ഒരു ഭൂവുടമയുടേതാണത്. ഒരു കാളിമുത്തി കൗണ്ടറുടേത്. ആ മില്ലിനോട് ചേർന്നുള്ള 6 ഏക്കർ കാപ്പിത്തോട്ടവും അയാളുടേതാണ്. പക്ഷെ അയാൾ വല്ലപ്പോഴുമേ ഇവിടെ വരാറുള്ളൂ. മില്ലും തോട്ടവും നോക്കി നടത്തുന്നത് ഭൂതപ്പ ചെട്ടിയാർ എന്നൊരുത്തനാണ്, കൗണ്ടറുടെ വിശ്വസ്തനായ വലങ്കൈ. ഭൂതപ്പ അവിടെ മിക്കവാറും ഉണ്ടായിരിക്കും. ഒരു 10ഓളം പണിക്കാരും അവിടെയുണ്ട് സ്ഥിരമായി. അത് ശരി. ഈ ഭൂതപ്പ എങ്ങനെ? ഉയരം കുറഞ്ഞ തടിച്ചൊരു ആരോഗ്യവാൻ. ഒരു 50 വയസ്സ് കാണും. കണ്ടുപരിചയം എനിക്കുള്ളൂ. അയാളും മില്ലിലും തോട്ടത്തിലും നന്നായി പണിയെടുക്കും. ചാർലി സിഗരറ്റ് കത്തിച്ചു. അപ്പോ ഭൂതപ്പയല്ല നമ്മുടെ കക്ഷി. ഭൂതപ്പ കുള്ളനാണല്ലോ. ഈ കാളിമുത്ത് കൗണ്ടറോ? ഗൗണ്ടറെ ഞാൻ 2 തവണയെ കണ്ടിട്ടുള്ളൂ പണ്ട്. അതും അത്ര അടുത്ത് വെച്ചല്ല. ഒരു തവണ അയാൾ ജീപ്പിൽ പോകുമ്പോ, മറ്റൊരു തവണ വെഞ്ചിയൂർ ടൗണിൽ വെച്ചും. എനിക്ക് അയാളെ പരിചയമില്ല. കഷ്ടിച്ചൊരു 6 അടി ഉയരമുള്ള ഒത്ത മനുഷ്യൻ. 60-65 വയസ്സ് കാണും. ചാർലി പറഞ്ഞു. പക്ഷെ അയാളായിരിക്കില്ല വില്ലൻ. ഗൗണ്ടർ ഇവിടെ വരിക വല്ലപ്പോഴുമാണ്, 2-3 മാസങ്ങൾ കൂടുമ്പോ. അയാൾ തുടർന്നു. എന്നാൽ വന്നാൽ അങ്ങനെ തങ്ങാറുമില്ല. ഉടനെ തിരികെ പോകും. ആ മില്ലിൽ എന്റെ ഈ തോട്ടത്തിൽ പണ്ട് പണിക്ക് നിന്നൊരുത്തൻ ഇപ്പൊ ജോലി നോക്കുന്നുണ്ട്, ഒരു സുകുമാരൻ. അവനിൽ നിന്നും എനിക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ഇതൊക്കെ. ഇടയ്ക്കൊക്കെ സുകുമാരൻ അവിടെ വരും. നല്ലൊരു വേട്ടക്കാരൻ കൂടിയാണ് അവൻ. ഞങ്ങൾ ഒരുമിച്ച് ശിക്കാറിന് പോകാറുണ്ട്. അത് നന്നായി, നമുക്ക് അവിടെ ഒരാളുള്ളത്. അതെ, എന്തായാലും സുകുമാരനെ ഉടനെ ഇവിടെ വരുത്തുവാനുള്ള ഏർപ്പാട് ചാർലി ചെയ്യണം, സൂരജ് പറഞ്ഞു. പിന്നീട് നമുക്ക് ആ ഫാക്ടറി ഒന്ന് സന്ദർശിക്കാം. SI ആഷിക്കിനെയും കൂട്ടാം. അതും പറഞ്ഞ് സൂരജ് എഴുന്നേറ്റു. ഇനി അല്പം ഉറങ്ങാം. അടുത്ത ദിവസം സന്ധ്യയ്ക്ക് ചാർലി ജീപ്പുമായി പോയി. ശിരുവാണി ഓയിൽ മില്ലിൽ നിന്നും പണി കഴിഞ്ഞിറങ്ങിയ സുകുമാരനെ കൂട്ടുകയായിരുന്നു ലക്ഷ്യം. സുകുമാരനെ കൂട്ടിക്കൊണ്ടുവന്നു. ആത്മാർത്ഥമായി വേലകൾ ചെയ്യുന്ന ചുറുചുറുക്കുള്ള ജോലിക്കാരനാണ് സുകുമാരൻ. ചാർലിയുടെ തോട്ടത്തിൽ സ്ഥിരമായി ജോലിയില്ലാതായപ്പോ സ്ഥിരം ജോലിയും അധികം കൂലിയും ലഭിക്കുന്ന ഓയിൽ മില്ലിലേക്ക് അയാൾ മാറുകയായിരുന്നു. മുത്തുകുളം താഴ്വരയിലാണ് സുകുമാരനും ഭാര്യയും 4 കുട്ടികളും താമസിക്കുന്നത്. 1/2 ഏക്കർ സ്ഥലത്തെ കൊച്ചു വീട്ടിൽ. അരവിന്ദ മാസ്റ്ററും സൂരജും പ്രാഥമികമായി കുറച്ച് കാര്യങ്ങൾ ആ തൈല ഫാക്ടറിയെ പറ്റി സുകുമാരനിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തി. സുഖുവിനെ അറിയുമല്ലോ, ഇതൊരു അസാധാരണമായ കേസാണതെന്ന്. നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് വലിയ ഭീഷണിയായി ഇവിടെ വിലസുന്ന ആ ഭയങ്കര സായിപ്പിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 ആഴ്ചയായിട്ട് ഞങ്ങൾ പരിശ്രമം തുടരുന്നത്. നിങ്ങൾ നാട്ടുകാരുടെ പരിപൂർണ സഹകരണം മാത്രമാണ് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സർ, ഞാൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങളോടൊപ്പം സഹകരിക്കാം. ഗുഡ്. രക്തപാനിയായ ആ സാത്താന്റെ ദേഹത്തു നിന്നും രക്തത്തിന്റെ ഗന്ധത്തോടൊപ്പം ചന്ദന പുൽത്തൈല രാമച്ചമണവും ബഹിർഗമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോ ഇവിടെ ആ പരിമളം സുഗുവിന്റെ ശരീരത്തിൽ നിന്നും ചെറിയ തോതിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുണ്ടാകാതിരിക്കുമോ? ആ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന എല്ലാവരിലും ഈ മണമുണ്ടായിരിക്കും. സുകുമാരൻ ചിരിച്ചു. അതെ, അപ്പോ ആ ഫാക്ടറിയിലുള്ള നിങ്ങൾ 20 പേരിൽ ഒരാളാണ് കില്ലർ എന്ന നിഗമനത്തിലാണ് ഞങ്ങൾ. ഇനി അത് ആരാണെന്ന് കണ്ടുപിടിക്കുകയാണ് ആവശ്യം. ഇക്കാര്യത്തിലാണ് സുഗുവിന്റെ സഹായം വിലപ്പെട്ടതാവുന്നത്, സൂരജ് അന്വേഷിച്ചു. നിങ്ങൾ 20 പേരിൽ അസാധാരണത്വമുള്ള ഒരാളെ പറ്റി ചിന്തിക്കുവാൻ സുകുമാരന് പ്രയാസമുണ്ടാകില്ലെന്ന് ഞങ്ങൾ കരുതുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, അങ്ങനെയുള്ള ഒരുവൻ അവിടെയില്ലേ?
അസാധാരണക്കാരനായ ഒരുവൻ. അത് മന്ത്രിക്കും പോലെ ഉച്ചരിച്ചിട്ട് സുകുമാരൻ പൊടുന്നനെ അറിയിച്ചു. ഉണ്ട്, അങ്ങനെ ഒരാൾ അവിടെയുണ്ട്. ചിത്തർജി സർ, വടക്കേ ഇന്ത്യക്കാരനായ ചിത്തർജി എന്നു പേരായ ഓയിൽ മേക്കർ. പറയൂ, അയാളെ പറ്റി അറിയുന്നതെല്ലാം പറയൂ സുകുമാര. സൂരജ് ജിജ്ഞാസനായി. ഏതാണ്ട് ഒരു 10 വർഷം മുമ്പാണ് അയാൾ ഇവിടെ വന്നത്. ഓയിലുകളുടെ ഗുണനിലവാരം നോക്കുകയും രാസവസ്തുക്കൾ ചേർത്ത് അവ ശരിയായി കൂട്ടിക്കലർത്തി സുഗന്ധ മിശ്രിതം ഉണ്ടാക്കുകയും ചെയ്യുന്നയാളാണ് അയാൾ. ഫാക്ടറി ഉടമയായ കാളിമുത്തു ഗൗണ്ടറാണത്രേ അയാളെ അവിടെ കൊണ്ടുവന്നാക്കിയത്. ഭയങ്കര കഴിവാണ് അയാൾക്ക്. അയാൾ നിർമ്മിക്കുന്ന സുഗന്ധ മിശ്രിതത്തിന് വലിയ ഡിമാൻഡാണ്. ചുരുക്കത്തിൽ അയാൾ ഒരു അരോമാറ്റിക്സ് ഓയിൽ സയന്റിസ്റ്റ് ആണ്. വിദഗ്ധനായ ഓയിൽ മേക്കർ അല്ലേ? സൂരജ് ചോദിച്ചു. അതെ, എല്ലാവരും മണത്തും ഉപകരണങ്ങൾ ഉപയോഗിച്ചുമാണല്ലോ സുഗന്ധദ്രവ്യങ്ങളുടെ ക്വാളിറ്റിയും മിക്സിംഗ് നോക്കുക. പക്ഷെ ഇയാൾ രുചിച്ചു നോക്കിയാണ് അതൊക്കെ നിശ്ചയിക്കുക. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള സുകുമാരൻ അറിയിച്ചു. ബോയിലറിൽ നിന്നും നീരാവിയായി വന്ന് കണ്ടെയ്നറിലേക്ക് ഇറ്റിറ്റ് വീഴുന്ന തൈലം സ്പൂണിലെടുത്ത് കുടിച്ചു നോക്കി അതിന്റെ ഗുണനിലവാരത്തെ പറ്റിയും ബോയിലറിൽ ചെയ്യേണ്ട മാറ്റങ്ങളെ പറ്റിയും ചിത്തർജി സാറ് പറയുന്നത് ഞങ്ങൾ അതിശയത്തോടെ നോക്കി നിന്ന് കേൾക്കും. വെരി ഗുഡ്, എന്റെ ഊഹം ശരിയായിരിക്കുന്നു. സൂരജ് കൈകൾ കൂട്ടിത്തിരുമ്മി. എന്തൂഹം? ചാർലി ചോദിച്ചു. ചന്ദന രാമച്ച പുൽത്തൈലങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ. അവൻ ചിത്തർജി എന്നു പേരായ ആ മനുഷ്യനെ പറ്റി സുകുമാരനിൽ നിന്നും കിട്ടാവുന്ന അത്ര വിവരങ്ങൾ ശേഖരിച്ചു. ഇനി സബ് ഇൻസ്പെക്ടർ ആഷിഖ് വന്നാലുടൻ ഓയിൽ മിൽ സന്ദർശിക്കണമെന്ന് തീരുമാനിച്ച് മിക്കവാറും സംതൃപ്തിയോടെ അവൻ സുകുമാരനെ പറഞ്ഞയച്ചു. 2 ദിവസം കഴിഞ്ഞ് അന്വേഷണ സംഘം തുടിയല്ലൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന ശിരുവാണി ഓയിൽ മിൽ ഉടമ കാളിമുത്തു ഗൗണ്ടറെ ചെന്ന് കണ്ടു. ഗൗണ്ടറോട് അവർ കാര്യങ്ങൾ വിശദീകരിച്ചു. മുത്തിക്കുള മലയിലെ രക്തരക്ഷസ് തന്റെ സ്ഥാപനത്തിലെ സയന്റിസ്റ്റായ ചിത്തർജി ആണെന്ന് ആഗതരുടെ നിഗമനം ശ്രവിച്ച് അയാൾ അന്തം വിട്ടു. ചിത്തർജിയെ പറ്റി കൂടുതൽ അറിയാൻ ഗൗണ്ടറോട് അവർ പലതും ചോദിച്ചുവെങ്കിലും അയാൾക്ക് അതേപ്പറ്റി കാര്യമായൊന്നും അറിയില്ലായിരുന്നു. 10 വർഷത്തിനു മുമ്പ് നടത്തിയ ഉത്തരേന്ത്യൻ പര്യടനത്തിനിടയിൽ കാളിമുത്തു പരിചയപ്പെട്ട വ്യക്തിയാണ് ചിത്തർജി. കാളിമുത്തു കൂടെ കൂട്ടി. അയാൾ ആവശ്യപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അയാൾ മുഖേന കാളിമുത്തു ഗൗണ്ടർ സുഗന്ധദ്രവ്യങ്ങളുടെ ഉൽപാദനത്തിനും വിപണനത്തിലും പേരെടുത്തു. പണവും ധാരാളം ഉണ്ടാക്കി. അയാൾക്ക് ചിത്തറിനെ വലിയ കാര്യമാണ് താനും. പക്ഷെ ഇപ്പോൾ ആഗതരിൽ നിന്നും വിശേഷങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ കാളിമുത്തു ഗൗണ്ടർക്ക് ഭയമായി. അവർ അയാളെ ആശ്വസിപ്പിക്കുകയും തൽക്കാലം മുത്തികുളത്തേക്ക് വരേണ്ടെന്നും ഒന്നും അറിയാത്തതുപോലെ കഴിഞ്ഞുകൊള്ളണമെന്നും ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് അന്വേഷണ സംഘം മടങ്ങി. അതിനടുത്ത ദിവസം പകൽ 10 മണിയോടെ അന്വേഷകർ ശിരുവാണി മലയുടെ താഴ്വാരത്തുള്ള ശിരുവാണി ഓയിൽ മിൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അരവിന്ദ മാസ്റ്റർ, സൂരജ്, SI ആഷിഖ്, ചാർലി എന്നിവർ ജീപ്പ് വിശാലമായ മുറ്റത്തേക്ക് കയറി നിന്നു. 100 ഏക്കർ കാപ്പിത്തോട്ടത്തിന്റെ ഏതാണ്ട് മധ്യത്തിലായി ചെരുവിലില്ലാത്ത ഭാഗത്താണ് ഓയിൽ മില്ലും അനുബന്ധ കെട്ടിടങ്ങളും നിലകൊള്ളുന്നത്. വലിയ മുറ്റത്ത് അവിടെവിടെ രാമച്ച ചെങ്ങണപ്പുല്ലുകളുടെ വേരുകൾ പരത്തിയും കൂട്ടിയും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. അവയെല്ലാം ആ ഭാഗത്തുള്ള കർഷകരിൽ നിന്നും വിലക്കെടുക്കുന്നതാണ്. ആ തോട്ടത്തിലും അവയുടെ കൃഷിയുണ്ട്. ജീപ്പിന്റെ സ്വരം കേട്ട് 2 പണിക്കാർ പുറകത്തേക്ക് വന്നു. അവരിൽ ഒരാൾ സുകുമാരനായിരുന്നു. ആ മനുഷ്യനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ആരെയും അറിയിക്കരുതെന്ന് അവർ അയാളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. നിങ്ങളുടെ മാനേജർ ഇല്ലേ, ഭൂതപ്പ ചെട്ടിയാർ? സബ് ഇൻസ്പെക്ടർ ചോദിച്ചു. ഉണ്ട് സർ, വിളിക്കാം. സുകുമാരൻ ഒന്നും അറിയാത്ത പോലെ കുറച്ചപ്പുറത്തുള്ള ചെറിയ കെട്ടിടത്തെ ലക്ഷ്യമാക്കി പോയി. ഇവിടെ കറണ്ട് ഇല്ല അല്ലേ? ഇല്ല സർ, വിറകും ഡീസൽ ജനറേറ്ററും ഉപയോഗിച്ചാണ് മില്ല് പ്രവർത്തിപ്പിക്കുന്നത്. സമീപം നിൽക്കുന്ന പണിക്കാരൻ അറിയിച്ചു. ഒരു 5-6 മാസം കഴിഞ്ഞ കറണ്ട് ആവും. ലൈൻ വലിച്ചുകൊണ്ടിരിക്കുമുണ്ട്. ഭൂതപ്പ ചെട്ടിയാർ അയാളുടെ കൊച്ചു വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു. സുകുമാരനോടൊത്ത് ഉയരം കുറഞ്ഞ തടിച്ചു കറുത്ത അയാൾ അടുത്തെത്തി യൂണിഫോം ധാരിയായ SIയെ വണങ്ങി. ഭൂതപ്പ ചെട്ടിയാർ, മാനേജർ അല്ലേ? ആമാ സർ. എടോ, ഇവിടെ രാമച്ചവും പുല്ലും മാറ്റാനല്ലേ അനുമതിയുള്ളൂ. പക്ഷേ ചന്ദനവും രഹസ്യമായി മാറ്റുന്നുണ്ടെന്നൊരു ശ്രുതി ഉണ്ടല്ലോ. ഉള്ള ലൈസൻസ് വെറുതെ കളയണോ എന്താ? ഇല്ല സർ, അതെല്ലാം ആളുകൾ വെറുതെ പറയുന്നതാ. ഞങ്ങൾ ഈ ഫാക്ടറിയും പരിസരവും സന്ദർശിക്കാൻ വന്നതാ. താൻ എല്ലായിടും ഒന്ന് കാണിച്ചതാ. ശരി സർ, വാങ്ങൂ സർ. ഭൂതപ്പ അവരെ നയിച്ച് മുന്നിൽ നടന്നു. അവർ അയാളോട് പലതും ചോദിച്ച് മനസ്സിലാക്കി.
ഓരോ സ്ഥലങ്ങളും മില്ലിന്റെ പ്രവർത്തനവും വീക്ഷിച്ച് അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. ചിത്തർജിയെക്കുറിച്ചോ അമാൻഷിനെക്കുറിച്ചോ അമാൻഷുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെയോ ആരും അന്വേഷിച്ചില്ല. തൈലത്തിന്റെ പരിമളം അവിടെയെല്ലാം പരന്നു കിടന്നിരുന്നു. നിങ്ങളുടെ ഈ മില്ലിൽ ഉണ്ടാക്കുന്ന തൈലക്കുട്ടുകൾക്ക് പുറത്ത് നല്ല പേരാണല്ലോ, എന്താണ് അതിന്റെ രഹസ്യം? മാസ്റ്റർ ആരാഞ്ഞു. ഡിമാൻഡുള്ള ഓയിലാണ് ഇവിടെ നിന്ന് കയറ്റി പോകുന്നത്, സൂരജും പറഞ്ഞു. ആമാ സർ, அதுக்கு என்ன சீக்ரெட் എന്നത് എങ്ങൾക്കും தெரியாது സർ. കൃത്യമായ മിക്സിംഗിൽ താൻ ക്വാളിറ്റി കിടക്കും. അതെല്ലാം ഓയിൽ മേക്കറുടെ കഴിവുതാൻ, ഭൂതപ്പ അറിയാവുന്ന മലയാളം ചേർത്ത് പറഞ്ഞു. ഓഹോ, അപ്പോ ഇതിനൊരു നല്ല മിക്സിംഗ് എക്സ്പെർട്ട് വേണം അല്ലേ? ആഷിഖ് തങ്ങൾ ഉദ്ദേശിക്കുന്നവനെ അഭിമുഖീകരിക്കുവാനുള്ള വഴി തുറന്നിട്ടു. അപ്പോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനും മറ്റുമായി നല്ലൊരു ലബോറട്ടറി വേണമല്ലോ, സയന്റിസ്റ്റും വേണം സർ. അതാണ് സർ ലബോറട്ടറി. ഭൂതപ്പ കുറച്ചകലെയുള്ള ഒറ്റപ്പെട്ട ചെറിയ കെട്ടിടത്തിലേക്ക് നേരെ വിരൽ ചൂണ്ടി. ഓയിൽ മേക്കർ ചിത്തർജി സാർ அங்கே இருக்கு சார். அந்த பெரிய மனிதன் அங்க இருந்த எல்லாம் சரியா டெஸ்டிங்கும் மிக்சிங்கும் பண்றது. புத்தியில் அது சார் பயங்கரமான ஆளு. இங்க யாருமாயி அவன் பேச மாட்டேன். സ്വാമിയാർ മാതിരി ഇങ്ങ് വസിക്കത്. ഭൂതപ്പ അവരെയും കൊണ്ട് നടന്നു തുടങ്ങിയിരുന്നു. സംഘം ആ കെട്ടിടത്തിനടുത്തെത്തി. അവിടെ ഒരു ഷെഡിൽ ആരോഗ്യവാനായ കൂറ്റൻ കുതിര നിൽക്കുന്നത് അവർ കണ്ടു. ആഗതർ പരസ്പരം നോക്കി. ഭൂതപ്പ ചെട്ടിയാർ കഥകിൽ മുട്ടി. 5-6 സെക്കൻഡുകൾക്ക് ശേഷം വാതിൽപ്പാളികൾ തുറക്കപ്പെട്ടു. അവിടെ അവർക്ക് അഭിമുഖമായി ആ മനുഷ്യൻ ദൃശ്യമായി. ചിത്തർജി എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യക്കാരൻ ചിത്തർ ഗൗർ ബങ്കിചന്ദ്, ബംഗാളി, ഒരു 62കാരൻ. പക്ഷേ ആ 6.25 പൊക്കക്കാരന്റെ മുഖം നിർവികാരമായിരുന്നു. ശിരോരോമങ്ങൾ ഒട്ടുമില്ല. മുഖരോമങ്ങളും കലങ്ങിയ കഴുകൻ കണ്ണുകൾ, നീണ്ട നാസിക, തുടുത്ത ചുണ്ടുകൾ, വലിഞ്ഞു ചുവന്ന മാംസപേശികൾ, എഴുന്നു നിൽക്കുന്ന രക്തധമനികൾ, കണ്ടമുഴ. വെള്ള പൈജാമയും കുർത്തയുമാണ് വേഷം. ആ മനുഷ്യന്റെ വലിയ ആകാരവും നിർവികാരതയും അവരെ അത്ഭുതപ്പെടുത്തി. ഭൂതപ്പ ചെട്ടിയാർ ആഗതരെ പരിചയപ്പെടുത്തി. ചിത്തർജി നീളം കൈകൾ ഉയർത്തി കൂപ്പി. തത്സമയവും ആ മുഖത്ത് ഭാവം ഒന്നും പ്രകടമായില്ല. മിസ്റ്റർ ചിത്തർജി, താങ്കൾ ഒരു സമർത്ഥനായ ആരോമാറ്റിക് ഓയിൽ മേക്കറാണെന്ന് കേട്ടു. താങ്കൾ ഉണ്ടാക്കുന്ന ഓയിൽ കണ്ടൻസിന് നോർത്ത് ഇന്ത്യയിലും വിദേശത്തും നല്ല ഡിമാൻഡാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആഷിഖ് അകത്തേക്ക് കയറി. എന്താണ് അതിന്റെ രഹസ്യം? ഇതിൽ എന്ത് രഹസ്യമിരിക്കുന്നു സർ? അയാൾ തുടങ്ങി. വളരെ കൃത്യമായ മിക്സിംഗ് ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നതും. ചിത്തർജി ശുദ്ധമായ മലയാളത്തിൽ തന്നെ സംസാരിച്ചു. അവർ ലബോറട്ടറിയിൽ കയറി. ഓരോന്നും വീക്ഷിക്കുകയും തൈല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യാതൊരുവിധ ഭാവമാറ്റവും കൂടാതെ ചിത്തർജി ഉത്തരങ്ങൾ നൽകുകയും ഓയിൽ മിക്സിംഗ്, ചെക്കിംഗ്, ടേസ്റ്റിംഗ് സംബന്ധമായ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അരമണിക്കൂർ പിന്നിട്ടു. ഇനി അയാളുടെ വ്യക്തിപരമായ വിഷയത്തിലേക്ക് കടക്കാമെന്ന് ആഗതർക്ക് തോന്നി. പ്രധാനപ്പെട്ട വിഷയം, താങ്കൾ കുടുംബസ്ഥനല്ലേ സുഹൃത്തെ? അരവിന്ദ മാസ്റ്റർ ആരാഞ്ഞു. ഇവിടെ ഒറ്റയ്ക്കാണെന്ന് കേട്ടു. അതെ, ഞാൻ ഏകനാണ്. സ്വന്തക്കാരോ ബന്ധുക്കളോ എനിക്കില്ല, അനാഥൻ. ചിത്തർജി താക്കീത് കണക്കെ പറഞ്ഞു. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ദയവായി വിഷയമാക്കരുത്. സോറി, വെറുതെ ചോദിച്ചെന്ന് മാത്രം. അവർ കുറച്ചു സമയം കൂടി അവിടെ ചെലവഴിച്ചിട്ട് മടങ്ങി. അത്രയും സമയം അവർ ആ രക്തഗന്ധമുള്ള പരിമളം അനുഭവിക്കുകയും ചെയ്തു. സന്ദർശകർ അവിടെ നിന്നും ഭൂതപ്പയോടത്ത് പോയി കഴിഞ്ഞപ്പോൾ ചിത്തർ ഗൗർ ബങ്കിചന്ദ് മുഖം കോട്ടി ചിരിക്കും വണ്ണം ഒരു ഭാവമുണ്ടാക്കി. തുടർന്ന് ആ വദനത്തിൽ പരിഹാസം കലർന്ന വൈകൃത ഗൂഢമാർന്ന എന്നാൽ സുനിശ്ചിതമായൊരു ചിരി പടർന്നിരുന്നു. ചിത്തർജി അവരുടെ ആഗമനവും ഉദ്ദേശവും അവരവിടെ എത്തിയപ്പോ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ദുഷ്ടമാനുഷ്യർ രാത്രികാലത്ത് കരുത്തുള്ളവരെങ്കിലും പകലും അവർക്ക് അത്യാവശ്യത്തിന് അമാനുഷികത്വം ഉണ്ടായിരിക്കും. ആ കഴിവ് വെച്ച് ചിത്തർജി ടെലിപ്പതിക് ഒബ്സർവേഷൻ നടത്തി അവരുടെ ഉള്ളിലിരിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞിരുന്നു. ആ അമാനുഷ്യൻ തീർച്ചപ്പെടുത്തി. ഇനി വൈകിക്കൂടാ. തന്നെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അവർ തനിക്കെതിരെ കരുക്കൾ നീക്കി തുടങ്ങും. അതുകൊണ്ട് താൻ നശിക്കപ്പെടുകയില്ലെന്നും മാനുഷികേതര കഴിവുകളുള്ള തന്നെ അവർക്ക് പരാജയപ്പെടുത്താനാവുകയില്ലെങ്കിലും അവിടെ തനിക്ക് നേരെയുള്ള പ്രയോഗങ്ങൾ തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് അലോസരമുണ്ടാക്കും. അതിനാൽ താമസം കൂടാതെ തന്റെ ഉദ്ദേശം സാധ്യതമാക്കണം. അതിനാണല്ലോ 10 വർഷം മുമ്പ് താൻ ഇവിടെ വന്നത് തന്നെ. ഇപ്പോൾ അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു. തന്റെ ആവശ്യം നിറവേറ്റാനുള്ള കരുത്തും കഴിവും തനിക്കിപ്പോൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു.
ഈ വരുന്ന കറുത്തവാവിനോ കുറെ കൂടി ഊർജം സമാഹരിച്ച് തന്റെ പരമപ്രധാന ലക്ഷ്യം സഫലീകരിക്കുക തന്നെ വേണം. ആ മനുഷ്യൻ അങ്ങനെ തീർച്ചപ്പെടുത്തിയിട്ട് വീണ്ടും വികൃതമായി മുഖം കൂട്ടി ശുദ്ധഭാവത്തിൽ ചിരിച്ചു. ശിരുവാണി ഓയിൽ മില്ലിന്റെയും ആ മില്ലിനോട് ചേർന്നുള്ള 100 ഏക്കർ കാപ്പിത്തോട്ടത്തിന്റെയും ഉടമയായ തുടിയല്ലൂർ ഗ്രാമവാസിയായ കാളിമുത്തു കൗണ്ടറുടെ 25കാരനായ ഇളയ മകൻ പ്രശാന്ത് ആ വലിയ വീട്ടിൽ തന്റെ മുറിയിൽ വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. പ്രശാന്തിന്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. കാളിമുത്തു കൗണ്ടറുടെ ഭാരിച്ച ഭൂസ്വത്തുക്കളിൽ സിംഹഭാഗത്തിന്റെയും അവകാശിയായ അവനാണ് ഇപ്പോൾ കൃഷിക്കാര്യങ്ങളും മറ്റും ശ്രദ്ധിക്കുന്നത്. ഋഷിങ്ങളൊന്നുമില്ലാത്ത ആ യുവാവിന് വിവാഹാലോചനകൾ നടക്കുന്ന സമയമാണിപ്പോ. നേരം അർദ്ധരാത്രിയോടടുക്കുന്നു. ഒറ്റയിരുപ്പിൽ വായിച്ചു രസിക്കുവാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ഫിക്ഷൻ ആസ്വദിക്കുകയാണ് പ്രശാന്ത്. വായനയാണ് അവന്റെ മുഖ്യ ഹോബി. പുസ്തകം തീരാറായി. ഇനി ഒരു 10-12 പേജുകളേ ഉള്ളൂ. അവൻ അത് അങ്ങനെ ആവേശത്തോടെ ആസ്വദിക്കവേ തന്നെ ആരോ പേര് ചൊല്ലി വിളിക്കുന്നതായി തോന്നി. പ്രശാന്ത് ചുറ്റും നോക്കി വിസ്മയിച്ചു. ഇവിടെയൊന്നും ആരുമില്ലല്ലോ, പക്ഷെ തന്നെ ആരോ വിളിക്കുന്നു. സ്ഫുടതയും മുഴക്കവും ഉള്ളിലൊരു വിളിനാദം. പ്രശാന്ത്! പിന്നെയും അവന്റെ ഉള്ളിൽ ആ വിളി ഉയർന്നു. അവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് പുസ്തകം മടക്കി വെച്ച് സ്വയം അറിയാതെ ഉച്ചരിച്ചു, ആരാ? എവിടെയാ? ഞാൻ നിന്റെ സമീപത്ത് തന്നെയുണ്ട്. താ, സൂക്ഷിച്ചു നോക്കൂ. പ്രശാന്ത് സൂക്ഷിച്ചു തന്നെ നോക്കി. മുറിക്കകത്ത് ജനലിനോട് ചേർന്ന് മഞ്ഞുകൊണ്ടെന്ന പോലെ ഒരു മനുഷ്യരൂപം അന്തരീക്ഷത്തിൽ. അവന് അതിശയവും അല്പം അമ്പരപ്പും ഉണ്ടായി. ഒപ്പം തന്നിൽ ഏതോ ഒരു ശക്തി പ്രവർത്തിക്കുന്നതിന്റെയും ചുറ്റും ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെട്ട് ഭാരമില്ലാത്ത അവസ്ഥ സംജാതമാകുന്നതിന്റെയും അരുണനങ്ങളും അനുഭവവേദ്യമായി. അതോടെ അവനിലൊരു നിശ്ചലതയും ഉടലെടുത്തു. മാനസം മറ്റാർക്കും വേണ്ടി നൽകപ്പെട്ടതുപോലെ, അഥവാ അവന് മറ്റൊരു ശക്തിക്ക് വിധേയമാകുന്നത് കണക്കെ. നീ പരിഭ്രമിക്കണ്ട. നീ എന്റെ അടുത്ത ശരീരമാണ്. ഈ വരുന്ന കർത്തവാവിനോടടുത്ത് നീ ശിരുവാണിയിലേക്ക് വരിക. നമുക്ക് അവിടെ വെച്ച് ശരിയായി സന്ധിക്കാം. അതോടെ ആ അവസ്ഥാവിശേഷത്തിന് വ്യതിയാനമുണ്ടായി. പെട്ടെന്ന് മഞ്ഞുരൂപം അപ്രത്യക്ഷമായി. പ്രശാന്തിനുള്ളിലെ ട്രാൻസ് ആ കെട്ടുവിട്ടു. അവൻ പയ്യെ കിടക്കയിലേക്ക് ചാരി. തത്സമയം ആ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ആ തീരുമാനം അതിശക്തമായി കഴിഞ്ഞിരുന്നു. ഈ വരുന്ന കറുത്തവാവിന് താൻ ശിരുവാണിയിലെത്തിയിരിക്കണം. അവൻ മെല്ലെ കണ്ണുകൾ പൂട്ടി. കറുത്തവാവ്, അർദ്ധരാത്രി, ചെറുമിന്നലുകളും അവയ്ക്കനുസരിച്ചുള്ള ഇടിനാദങ്ങളും. നേരിയ കാറ്റിൽ കോടമഴ തൂളിക്കൊണ്ടിരുന്നു. അത്രയും ഒഴിച്ചാൽ കുളിരൊഴുകുന്ന പ്രകൃതി. അവിടം നിശബ്ദമാണ്. മുത്തികുളം മലയുടെ താഴ്വാരത്തിലുള്ള കാണിപ്പതി ഊരിലെ ആഢ്യഭൂപ്പന്റെ മകൾ സൂലി പായയിൽ എഴുന്നേറ്റിരുന്നു. 16 വയസ്സേ അവൾക്ക് ആയിട്ടുള്ളൂവെങ്കിലും 20ന്റെ വളർച്ചയെത്തിയ സൂലി സുന്ദരിയാണ്. മുടുക ആദിവാസി വർഗക്കിടയിലെ റാണിയാണ് അതിസുന്ദരിയായ അവൾ. കറുത്ത കശുവണ്ടി പരിപ്പിന്റെ നിറം, കൊഴുത്തുരണ്ട കാൽവണ്ണകൾ, ഇടുങ്ങിയ അരക്കെട്ട്, കൂവളപ്പൂക്കൾ കൊടി. സൂലി പെരുത്ത് സുന്ദരിയായ പെണ്ണാണെങ്കിലും കന്യകയാണ്. തുള്ളി തുളുമ്പി നിൽക്കുന്ന കന്യാകുസുമം. സൂലി, എഴുന്നേൽക്കൂ കുട്ടി. അവളിലേക്ക് ആ മൃദു ആജ്ഞ വീണ്ടും കടന്നു വന്നു. സൂലി ഇമകൾ ചലിപ്പിക്കാതെ നേരെ മുന്നിലേക്ക് നോക്കി. അവിടെ ആ മുറിയുടെ ഇരുണ്ട ഭിത്തിയോട് ചേർന്ന് ഒരു അവ്യക്ത രൂപം ചലിക്കുന്നതായി അവൾ കണ്ടു. മൂടൽ മഞ്ഞു പോലെ തോന്നിപ്പിക്കുന്ന ആ രൂപത്തിന് 6 അടിയിലധികം ഉയരവും അതിനൊത്ത വണ്ണവും ഉണ്ട്. ഒരു പുരുഷന്റെ ആകൃതിയായി അവൾക്ക് തോന്നിയിരുന്നു. സൂലിക്ക് തെല്ലും ഭയം തോന്നിയില്ല. അതിനുള്ള കാരണം ആ തരുണിക്ക് അവളുടേതായ ചിന്തകളും വിവേചനത്വവും നഷ്ടപ്പെടുവാൻ തുടങ്ങി എന്നതാണ്. മറ്റാരുടെയോ ഇച്ഛകളാണ് അവളിലേക്ക് ഇപ്പോൾ ആവേശിച്ചുകൊണ്ടിരിക്കുന്നത്. വശീകരണത്വവും ഗാംഭീര്യത്വവുമുള്ള ആ മാനസാജ്ഞയുടെ ആവർത്തനം ഉണ്ടായതോടെ അവൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവൾക്ക് ഏറെ ഭാരക്കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി. ആ മഞ്ഞുരൂപം വാതിലിനടുത്തേക്ക് ചലിച്ചു. എന്റെ പിന്നാലെ വരൂ. ധാവണി ശരിയാക്കിയിടുവാൻ കൂടി വിസ്മരിച്ച് സൂലി ആ രൂപത്തെ അനുഗമിച്ചു. തക് യാന്ത്രികമായി കതക് കുറ്റികൾ അകന്നു. അസുഖകരമായ നേരിയ സ്വരമുയർത്തിക്കൊണ്ട് വാതിൽപ്പാളുകളും തുറന്നു. മഞ്ഞുരൂപം പുറത്തേക്കൊഴുകി. ഊഞ്ഞാലിലാടും അനുഭൂതി വിശേഷത്തോടെ സൂലി പിന്നാലെ ചലിച്ചു തുടങ്ങി. അഴിഞ്ഞു വീണ ധാവണി അവൾക്ക് പിന്നിൽ പറന്നിഴഞ്ഞു. പെട്ടെന്ന് നായ്ക്കൾ ഓരിടുവാൻ തുടങ്ങി. മുകളിലെ തോട്ടത്തിൽ നിന്നും കുറുക്കന്മാരും. ഇറങ്ങി തിരിച്ച മുറിയിൽ നിന്നും ഏകദേശം 20 അടി ദൂരത്തെത്തിയപ്പോൾ ആ ആദിവാസി പെൺകുടി സൂലി നടത്തം നിർത്തി.
പരന്നൊരു പാറയ്ക്ക് മുകളിൽ മൂടൽമഞ്ഞ്, കൂരിരുട്ട്, കൃഷി കാവൽക്കാരുടെ പാട്ടക്കൊട്ട്, സ്വരങ്ങളും കൂവലുകളും അന്തരീക്ഷത്തിൽ ഇടയ്ക്കിടെ ഉയരുന്നുണ്ട്. നായ്ക്കളുടെ ഓലിയിടലോടും കുറുക്കന്മാരുടെ കൂവലിനോടൊപ്പമുള്ള ക്ഷുദ്രജീവികളുടെ രോദനങ്ങളും രാക്കിളികളുടെ കരച്ചിലുകളും ഉയർന്നു കേൾക്കാം. പാറപ്പുറത്ത് നിൽക്കുന്ന സൂലിയുടെ ഉള്ളിലേക്ക് ആ മാനസാജ്ഞ വന്നു. നീ നിന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഉപേക്ഷിക്കുക. ഒരു എതിർപ്പുമില്ലാതെ സൂലി അനുസരിക്കുകയായി. പിന്നീട് അവൾ കല്ലുമാലയും കമ്മലും കുപ്പിവളകളും മൂക്കുത്തിയും പാദസരങ്ങളും എല്ലാം മെല്ലെ ഊരി അവ പാറപ്പുറത്ത് വെച്ചു. അവൾക്കപ്പോൾ നാണമോ സങ്കോചമോ അനുഭവപ്പെട്ടില്ല. ഭയമോ വിഷമമോ തെല്ലുമില്ല. വരൂ എന്ന നിലവിളിയോടെ ആ രൂപം നടന്നു. സൂലി വീണ്ടും ചുവടുകൾ വെച്ചു. തോടുമായി ചേർന്ന് മുകളിലേക്ക് നീളുന്ന 3 അടി പാതയിലൂടെ, ചെളി നിറഞ്ഞ കന്നുകാലി പാതയിലൂടെ, കാട്ടുമൃഗങ്ങൾ സഞ്ചരിക്കുന്ന ദുർഘടം പിടിച്ച വഴിത്താരയിലൂടെ സൂലി നടന്നുകൊണ്ടിരുന്നു. കോടമഴയേറ്റ് അവൾ ആകെ നനഞ്ഞു കഴിഞ്ഞു. അഴിഞ്ഞുലഞ്ഞ മുടിയിഴകൾ മിക്കവയും ജലത്തിൽ കുതിർന്ന് പുറത്തും ചുമലുകളിലും മുഖത്തും ഒട്ടിപ്പിടിച്ചു. ആ മനുഷ്യരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാനസ ആജ്ഞകൾക്കനുസരിച്ച് കൃത്യമായൊരു ലക്ഷ്യത്തിലേക്ക് എന്നവണ്ണം ആ വനകന്യക അമലർ നടന്നു നീങ്ങുകയാണ്. ഇരുട്ട് അവൾക്കൊരു പ്രശ്നമല്ലാത്തതുപോലെ തോന്നി. സൂര്യയുടെ നടത്തത്തിന്റെ വേഗത വർദ്ധിച്ചു. അവൾ തന്റെ ഊരിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും അകലുകയാണ്. സ്വപ്നാടകയെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സൂലി. 5 മിനിറ്റ് കൊണ്ട് പെണ്ണ് കൂപ്പുപാത മുറിച്ചു കടന്ന് മലമുകളിലേക്ക് നീളുന്ന കാട്ടുപാതയിൽ പ്രവേശിച്ചു. കല്ലുകളിലും കൊമ്പുകളിലും തട്ടി ആ കാട്ടുമങ്കയുടെ പാദങ്ങളും കാൽമുട്ടുകളും പൊട്ടി. ഒരു കരലാളനം പോലും ഏറ്റിട്ടില്ലാത്ത മനോഹര മേനിയിൽ മുള്ളുകൾ കൊണ്ട് മുറിയുകയും അരമുള്ള സസ്യശിഖരങ്ങളേറ്റ് തിണർക്കുകയും ചെയ്തു. പക്ഷെ ആ താരുണ്യ തുമ്പിക്ക് വേദന അനുഭവപ്പെട്ടില്ല. തണുത്തു വിറയ്ക്കുന്ന ശരീരം നിവർത്തി അവൾ കിതപ്പ് നിയന്ത്രിക്കുവാൻ വിഫല ശ്രമം നടത്തി. പിന്നെയും അവൾ നടത്തം തുടർന്നു. ഏതാനും ചുവടുകൾ കൂടി വെച്ചിട്ട് അവൾ നിന്നു. മാറത്ത് പിണച്ചു വെച്ചിരിക്കുന്ന കൈകൾ ഒന്നുകൂടി അമർത്തി ചേർത്തിട്ട് ആ 16കാരി തൊട്ടു മുന്നിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. തന്റെ മുന്നിലെ പാറയിൽ ചാരി ഒരു വിചിത്ര രൂപം നിൽപ്പുണ്ടെന്ന് സൂലിക്ക് മനസ്സിലായി. അത് താൻ ഇതുവരെ ദർശിച്ച തന്നെ ഇവിടേക്ക് നയിച്ചു കൊണ്ടുവന്ന ആ മഞ്ഞുരൂപമല്ലെന്ന് അവൾക്ക് ഉറപ്പായി. ആ മഞ്ഞുരൂപം തനിക്ക് മുന്നിലൂടെ വഴികാട്ടിയായി ഒഴുകി നീങ്ങി ഇവിടെ എത്തുകയും പിന്നീട് ഇപ്പോൾ നേരെ തന്റെ മുന്നിൽ ചിന്നപ്പാറയിൽ ചാരി നിൽക്കുന്ന രൂപത്തിലേക്ക് പ്രവേശിച്ച് അപ്രത്യക്ഷമാവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. സൂലിയെ ആജ്ഞാനോർത്തിയാക്കി നയിച്ചു കൊണ്ടുവന്നത് ആ മനുഷ്യന്റെ സ്ഥൂല ശരീരം ആയിരുന്നു. അതിപ്പോൾ അതിന്റെ ഭൗതിക ദേഹത്തേക്ക് തന്നെ പ്രവേശിച്ച് ശരിയായ അവസ്ഥ കൈവരിച്ചിരിക്കുന്നു. മനുഷ്യൻ 3 അവസ്ഥയുടെ സമുച്ചയമാണ്: ആത്മീയം, സ്ഥൂലം, ഭൗതികം എന്നീ ഘടകങ്ങൾ. അമാനുഷിക കഴിവുള്ളവനെ ഈ ഘടകങ്ങളെ വേർതിരിക്കാനാവൂ. ഇതിൽ ആത്മീയ ശരീരം വേർപെടുത്തുക എന്നത് അത്രമാത്രം അമാനുഷികത്വം കൈവരിച്ചവനെ കഴിയൂ. ഇവിടെ കഴിവ് പ്രയോഗമാക്കാനുള്ള ശ്രമത്തിലാണ് അമാനുഷികനായ ചിത്തൻ ഗൗർ ബങ്കിംചന്ദ് എന്ന ചിത്തർജി. ആ മനുഷ്യൻ പാറയിൽ നിന്നും തന്റെ ദേഹം അകത്തി നിവർന്നു നിന്നു. പിന്നെ സ്ഫുടതയും ഗാംഭീര്യവുമുള്ള മനുഷ്യാവസ്ഥ സ്വരത്തിൽ ഉച്ചരിച്ചു, ക്ഷീണിച്ചു അല്ലേ? സാരയില്ല, ഇനി ഞാൻ സഹായിക്കാം. കഴുത്തു മുതൽ പാദം വരെ മറയ്ക്കുന്ന കറുത്ത ഗൗൺ ധരിച്ച ചിത്തർജി സൂലിയെ തന്റെ കരങ്ങളിൽ അനായാസമായി കോരിയെടുത്ത് തിരിഞ്ഞ് കനത്ത പാദങ്ങൾ എടുത്തു വെച്ച് നടന്നു നീങ്ങി മുത്തിക്കുളത്തിനു മുകളിലെ കരടിപ്പാറയിലേക്ക്. അപ്പോഴും ശീതക്കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ചീവീടുകളും മരത്തവളുകളും രാക്കിലുകളും രോദനമുയർത്തി മന്ദമാരുതനുയർത്തുന്ന കാനനഗാനം കൊഴുപ്പിച്ചു. വനത്തിലേക്ക് കയറും തോറും അടിക്കാട് കുറഞ്ഞു വന്നു. അത് ആ മനുഷ്യന്റെ യാത്ര അനായാസമാക്കി. അവൻ അന്തരീക്ഷവും അന്ധകാരവും ഒട്ടും തന്നെ അലോസരമാകുന്നില്ല. കരടിപ്പാറ കിഴക്ക് വശം സൂചി സ്തംഭാകൃതിയിലും പടിഞ്ഞാറ് വശം കരടിയുടെ ആകൃതിയിലും നിലകൊള്ളുന്ന വലിയ പാറക്കൂട്ടങ്ങൾ. അവിടേക്ക് മുത്തികുളം ജലാശയത്തിൽ നിന്നും നേർരേഖയിൽ അളന്നാൽ കഷ്ടി 1 കിലോമീറ്റർ വരികയുള്ളൂ. എന്നാൽ അങ്ങോട്ട് നടക്കണമെങ്കിൽ 2.5 കിലോമീറ്ററോളം താണ്ടണം. ഏകദേശം 20 മിനിറ്റുകളെടുത്ത് ചിത്തർജി സൂലിയെയും കൊണ്ട് അവിടെ എത്തി. പിരമിഡ് കരടി രൂപത്തിലുള്ള പാറകൾക്കിടയിൽ. ആ ഭാഗത്ത് മരങ്ങൾ നന്നെ കുറവായിരുന്നു. പാറക്കൂട്ടങ്ങളെയും പരിസരങ്ങളെയും തൊട്ടൊഴിഞ്ഞു പോകുന്ന കോടമേഘങ്ങൾ ഇടയ്ക്കിടെ ചീറിയടിക്കുന്ന കാറ്റിൽ വികൃത രൂപങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു.
ആ മനുഷ്യൻ തന്റെ ഇരയെ പാറയിൽ നിർത്തി. ചൂളം കുത്തുന്ന കാറ്റിന്റെ ശക്തിയിൽ സൂലിയുടെ മുടിയിഴകൾ അവളുടെ ശിരസിന് ചുറ്റും ക്രമഭംഗിയായി കറങ്ങി. ആ മനുഷ്യന്റെ നെടുങ്കൻ കുപ്പായം കടവാളിന്റെ ചിറകുകൾ പോലെ പാറിക്കളിച്ചു നിന്നു. വീശിയടിക്കുന്ന കാറ്റിനേക്കാൾ കരുത്തുള്ള ആ ഉച്ഛ്വാസവായു മുഖത്തടിച്ചപ്പോൾ 3-4 നിമിഷത്തേക്ക് ശ്വാസം മുട്ടിയെങ്കിലും സൂലി കോൾമയർ കൊണ്ടു. സൂലിയുടെ ദേഹമാസകലം പൂത്തുലഞ്ഞു തുടങ്ങിയിരുന്നു. 1.5 നാഴിക കൂടി പറന്നകന്നു. ആ 3-ാം യാമാർത്ഥത്തിൽ ആ മനുഷ്യൻ ഇരയെ വിട്ടെഴുന്നേറ്റു. അവനൊന്ന് മൂരി നിവർന്നു. കടവായിലെ രക്തം നാവുകൊണ്ട് തുടച്ചു. തുടർന്ന് മുന്നോട്ട് വളഞ്ഞു. പിന്നെ പാറയിൽ കിടക്കുന്ന ജഡം വലതു കൈയിൽ അനായാസം ഉയർത്തി. അതുമായി അവനൊന്ന് കറങ്ങി. തത്സമയം എന്തൊക്കെയോ വികൃതമായി പുലമ്പി. സൂലിയുടെ നിശ്ചലമായ നിർജീവ ദേഹം മാത്രമാണത്. നീര് ഊറ്റുമാറ്റിയ കരിമ്പിൻ ചണ്ടി കണക്കെയുള്ള ശരീരം. നിലനഷ്ടം ശരീരത്തെ തന്നെ അതിന്റെ അപകടാവസ്ഥയിൽ എത്തിയപ്പോൾ തന്നെ സൂലിയുടെ ദേഹം ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞിരുന്നു. ചോര ഉപയോഗിച്ച ശക്തിയുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അങ്ങനെ ഇതാ ആ ഭയങ്കരനായ ആ മനുഷ്യൻ ഒരു കന്യകയുടെ മുഴുവൻ രക്തവും പാനം ചെയ്ത് തന്റെ പരമപ്രധാനമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിനുള്ള കരുത്ത് ആർജിച്ചിരിക്കുന്നു. തുടർ ലക്ഷ്യത്തിനുള്ള അമൂർത്ത കർമ്മത്തിനായി തയ്യാറായിരിക്കുന്നു. ആ മനുഷ്യൻ പിരമിഡ് ആകൃതിയിലുള്ള പാറയെ അർദ്ധപ്രദക്ഷിണം വെച്ച് വടക്കിനഭിമുഖമായി നിന്നു. പിന്നെ തല തിരിച്ച് താഴേക്ക് നോക്കി. ആ ഭാഗത്ത് പാറയ്ക്കൊരു ഇടുങ്ങിയ പിളർപ്പുണ്ട്. വളരെ ആഴമേറിയൊരു വിള്ളലാണത്. എല്ലായ്പ്പോഴും അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ആ ഗർത്തത്തിന്റെ അടിഭാഗം ഒരിക്കലും കാണുവാനാകില്ല. അതിന്റെ വക്കത്ത് തന്നെ ചെന്ന് നിൽക്കുവാൻ കഴിയില്ല. അവിടെ കാറ്റ് അതിരൂക്ഷമാണ്. ആ പിളർപ്പിലേക്ക് നോക്കി നിൽക്കുന്ന ആ മനുഷ്യൻ അടുത്തൊരു നിമിഷത്തിൽ തന്റെ കയ്യിലുള്ള സൂര്യയുടെ ജഡം ഒരു മരക്കൊമ്പ് ഉപേക്ഷിക്കുന്ന ലാഘവത്തോടെ താഴേക്കിട്ടു. നിശബ്ദത. ജഡം താഴേക്ക് പോകുമ്പോഴോ താഴെ എത്തിയപ്പോഴോ സ്വരമൊന്നും ഉയർന്നില്ല. അവൻ പാറയെ ചുറ്റി പഴയ സ്ഥാനത്തെത്തി. അതോടെ തെല്ലു മുമ്പ് കഴിഞ്ഞതെല്ലാം വിസ്മരിച്ചു. അവിടെ പരന്നു കിടന്നിരുന്ന ചെറിയൊരു കളിസ്ഥലം. വടക്ക് കിഴക്കായി കരടിപ്പാറയും തെക്ക് പടിഞ്ഞാറായി കുത്തനെയുള്ള ചെരുവും വൃക്ഷങ്ങളും. ആ മനുഷ്യൻ താഴേക്ക് സൂക്ഷിച്ചു നോക്കി. താഴെ വിശാലമായ മുത്തിക്കുളം ജലാശയം അവൻ കണ്ടു. ചിരി പോലെ ഒന്ന് വരുത്തിയിട്ട് അവൻ പുറംതിരിഞ്ഞു നിന്നു. കാറ്റ് അവനെ കേന്ദ്രീകരിച്ച് സ്വരമില്ലാത്തൊരു ചുഴലി സൃഷ്ടിച്ചു. നിമിഷം പ്രതി പെരുകുന്ന കരുത്തിന്റെ കണികകൾ അമാനുഷ്യനിൽ വിചിത്രമായൊരു ആഗ്രഹം നുരകുത്തിച്ചു. അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവനിൽ തീരുമാനവുമായി. അതിന്റെ മുന്നോടി എന്ന പോലെ ചിത്തർജി ഒരു വൃത്തത്തിൽ ശക്തമായി ചലിച്ചു. വട്ടത്തിൽ ചുഴറ്റിയ നെടുങ്കൻ കുപ്പായത്തിൽ നിന്നുണ്ടായ കാറ്റിൽ വൃക്ഷശിഖരങ്ങൾ ആടി ഉലഞ്ഞു. വായുവിൽ തലങ്ങും വിലങ്ങും സീൽക്കാരമുണ്ടായി. അതിന് തൊട്ടു മുമ്പ് ആ ഭാഗത്തെ അന്തരീക്ഷം നിശ്ചലമായിരുന്നു. ആ മനുഷ്യൻ പാറയിൽ അമർത്തി ചവിട്ടി ചുവടുകൾ വെച്ചു. പിന്നെയും കറങ്ങി ദേഹമാകെ ഉലച്ചു. അതൊരു തരം കിരാനൃത്തം കണക്കെയായിരുന്നു. സാത്താന്റെ ആനന്ദ നൃത്തം, പൈശാചിക താണ്ഡവം. അത് ചടുലമായി. പാറയിൽ നിന്നും വലിയ മുഴക്കങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. സമീപത്തെ വൃക്ഷങ്ങൾ കൊടുങ്കാറ്റിൽ എന്ന പോലെ വട്ടം ചുഴറ്റി. കോട കറങ്ങി തിരിഞ്ഞ് ഒഴിഞ്ഞുപോയി. അവന്റെ കാലുകളും കരങ്ങളും വായുവിൽ കാറ്റുകണക്കെ വീശിക്കൊണ്ടിരുന്നു. കണ്ണുകളിൽ നിന്നും തീ പാറി. അഗ്നി നിറമുള്ള വായുവിൽ നിന്നും തുഷാരവർഷം പോലെ രക്തകണങ്ങൾ ചിതറിത്തെറിച്ചു. പൊള്ളുന്ന ചൂട് വ്യാപിച്ചു കഴിഞ്ഞ ആ മനുഷ്യൻ ദേഹത്തെ വലയം ചെയ്ത് ഇളം ചുവപ്പ് നിറത്തിലുള്ള പ്രഭ വിന്യസിച്ചു നിന്നിരുന്നു. ചിത്തർജി ഏതാനും അടികൾ പിന്നിലേക്ക് വെച്ച് ജലാശയത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു. ഒറ്റയടിക്ക് ആ ഭാഗത്തെ വായു കുറെ വലിച്ചു കയറ്റി. പിന്നെ ഭയങ്കരമായി അലറിയിട്ട് മുന്നോട്ട് കുതിച്ചു. ആ കിടിലം കൊള്ളിക്കുന്ന അട്ടഹാസത്തിന്റെ അലകൾ താഴ്വരയിലേക്ക് പടർന്നു പോയിക്കൊണ്ടിരിക്കവേ അതിന് പിന്നാലെ ആ ഭയങ്കരൻ വായിലൂടെ പടിഞ്ഞാറോട്ട് പറന്നു. അന്തരീക്ഷത്തിലൂടെ നിശ്ചലം നീങ്ങുന്ന ഒരു പെരുത്ത കടവാവൽ കണക്കെ. ആ മനുഷ്യന്റെ വഴുത്താരയിൽ നിന്നും വൃക്ഷശിഖരങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. കോട ഓടി അകന്നുകൊണ്ടിരുന്നു. കാറ്റ് പിന്നിൽ നിന്ന് തള്ളിക്കൊടുത്ത് ആ അത്ഭുത യാത്രയെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ആ അമാനുഷ്യ ശക്തി മുത്തിക്കുളം ജലാശയത്തിൽ ചെന്ന് പതിച്ചു. വലിയൊരു ശബ്ദത്തോടെ വെള്ളം നാലുപാടും ഉയർന്നു ചിതറി. ഓളങ്ങൾ പാറഭിത്തിയിൽ അടിച്ചു പൊങ്ങി. പിന്നെ പുറത്തേക്ക് കവിഞ്ഞൊഴുകി. ആ സ്വരവും താഴ്വാരത്തേക്ക് പടർന്നു ചെന്നു. ഗിരിനിരകളിൽ തട്ടി പ്രതിധ്വനിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ മുത്തികുളത്തിൽ താഴ്ന്നു പോയില്ല. ഓളങ്ങൾ അടങ്ങി. ജലാശയം നിശ്ചലമായപ്പോൾ അവൻ വെള്ളപ്പരപ്പിൽ മലർന്ന് ശവാസനത്തിൽ കിടന്നു. നെടുങ്കൻ അങ്കി കടവാവിലിന്റെ വിരിച്ചിട്ട ചെറുകൾ കണക്കെ വശങ്ങളിൽ പറന്നു പൊങ്ങി.
ചിത്തർഗൗർ ഭംഗിജദ് ആ ജലശവാസന സ്ഥിതിയിൽ ധ്യാനനിരതനാവസ്ഥയിൽ എന്നവണ്ണം കിടന്നു. അവന്റെ മനോമൂരത്തിൽ ഒരൊറ്റ രൂപം മാത്രം തെളിഞ്ഞു: പ്രശാന്ത്. ശിരുവാണി ഓയിൽ മിൽ കോമ്പൗണ്ടിലെ ചെറിയ ഗസ്റ്റ് ഹൗസിൽ സുഖനിദ്രയിലാണ്ട് ചെയ്യിക്കുന്ന 25-കാരനായ പ്രശാന്ത് എന്ന വ്യക്തിയുടെ രൂപം. ചാർലി ബർമിഹാം സ്മോൾ ആംസ് ഫാക്ടറിയിൽ നിർമ്മിതമായ തന്റെ 12 ബോർ സിംഗിൾ ബാരൽ ഗൺ മൂലയിൽ നിന്നും ഉയർത്തി. അനന്തരം അലമാരയിൽ നിന്നും 5 LG കാർട്രിഡ്ജുകൾ എടുത്ത് അതിലൊന്ന് തോക്കിന്റെ ചേമ്പറിലേക്ക് തിരികെ കയറ്റി. ബാക്കിയുള്ള തിരകൾ വിരലുകൾക്കിടയിൽ പിടിപ്പിച്ചു. ചാർലി എന്തു ചെയ്യാൻ പോകുന്നു? മാസ്റ്റർ ഉദ്യോഗപ്പെട്ടു. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്തായിരുന്നു ആ അലർച്ച? അത് കഴിഞ്ഞുണ്ടായ ശബ്ദം അഗ്നിപർവ്വതം പൊട്ടിയ കണക്കെ. അതാ മുത്തുക്കുളത്തിന്റെ ഭാഗത്തു നിന്നുമായിരുന്നു. നായ ആ ഭാഗത്തേക്ക് നോക്കി കുരയ്ക്കുന്നത് കേട്ടില്ലേ? എന്തോ കുഴപ്പമുണ്ട്. വേണ്ട ചാർലി, അത് അപകടമാണ്. കുഴപ്പം എന്തോ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? എന്തായാലും ഞാൻ പാരിയെയും കൂട്ടി ഒന്ന് പോയി നോക്കുക നിശ്ചയിച്ചു. അങ്ങനെയെങ്കിൽ ഗോവിന്ദനെയും കൊണ്ടുപോകും. വേണ്ട, അപ്പോ അവന്റെ സംരക്ഷണവും നോക്കേണ്ടി വരും. ഞാൻ ഒറ്റയ്ക്കാവുമ്പോ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. പിന്നെ പ്യാരി ഉണ്ടല്ലോ കൂട്ടിന്. ചാർലി പറഞ്ഞിട്ട് ഹെഡ്ലൈറ്റിന്റെ കാര്യക്ഷമത ഒന്നുകൂടി പരീക്ഷിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. സൂക്ഷിക്കണം. ചിത്തർജി ഇപ്പൊ ശിരുവാണിയിൽ ഇല്ല എന്നതിന്റെ സൂചന നമുക്ക് ലഭിച്ചതാണ്. അതിനർത്ഥം അവൻ താവളത്തിന് പുറത്താണെന്നാണ്. ശരി മാഷെ. ചാർലി തിരിഞ്ഞു. പ്യാരി, കമോൺ. അയാൾ നായയെയും കൂട്ടി തോട്ടത്തിലേക്ക് കയറി മുത്തികളെ ലക്ഷ്യമാക്കി നടന്നു. അവിടേക്ക് ചാർലിയുടെ കെട്ടിടത്തിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. 20 മിനിറ്റെങ്കിലും വേണം അവിടെ നടന്നെത്തുവാൻ. ചാർലിക്ക് ഒട്ടും ഭയം തോന്നിയില്ല. നല്ല ഉഷാറിലാണ് അയാൾ. പ്യാരി ഇപ്പോൾ കുരയ്ക്കുന്നില്ല. ചാർലിയുടെ നിർദ്ദേശാനുസരണം ശിരുവാണി ഓയിൽ മില്ലിൽ അതിന്റെ ഉടമയുടെ ഇളയ മകൻ പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് എത്തിയത്. അജ്ഞാത മാനസാജ്ഞ അനുസരിച്ച്. വളരെ അപൂർവമായ അവനും അവിടെ വരാറുള്ളൂ. വന്നാൽ തന്നെ ഒരു ദിവസത്തിലധികം തങ്ങാറുമില്ല. അത് മനസ്സിലാക്കിയ പ്രശാന്തിൽ ആകെ ഒരു അസാധാരണത്വം കണ്ടു. ബുദ്ധിമാനായ അവിടുത്തെ പണിക്കാരനായ സുകുമാരൻ വിവരം സൂരജിനെയും കൂട്ടരെയും അറിയിച്ചു. കഴിഞ്ഞ ദിവസം അവർ പിന്നിട്ട് പകൽ രഹസ്യമായി ചെന്ന് തന്ത്രപരമായി പ്രശാന്തിനെ ചോദ്യം ചെയ്ത് ചില സംഗതികൾ മനസ്സിലാക്കി. അതോടെ അഭൗതിക വിഷയങ്ങളിൽ അവഗാഹമുള്ള സൂരജിനും അരവിന്ദ മാസ്റ്റർക്കും ഉറപ്പായി ചിത്തർജി സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ച് പ്രശാന്തിലേക്ക് പരകായ പ്രവേശം നടത്തുവാൻ തയ്യാറാവുന്നുവെന്ന്. അങ്ങനെ ചെയ്താൽ ചിത്തർജിക്ക് നവയൗവനമുള്ള ഒരു ശരീരവും ഭാരിച്ച സ്വത്തുക്കളുടെ അവകാശവും സ്വന്തമാകുമെന്നും ന്യായമായും അവർ കണ്ടെത്തി. അന്ന് കറുത്ത പക്ഷമാണെന്നും കറുത്ത പക്ഷങ്ങളിൽ അമാനുഷർക്ക് കരുത്ത് വളരെ വർദ്ധിക്കുമെന്നും അവർക്ക് അറിവുണ്ട്. കാര്യങ്ങളെല്ലാം പ്രശാന്തിനെ അവന് മനസ്സിലാകും വിധം ഗ്രഹിപ്പിക്കുവാനും അവർ മാറുന്നില്ല. പയ്യനാകെ പേടിച്ചുപോയി. അതുകൊണ്ട് അവർ ജാഗരൂകരായി. ഏതു വിധത്തിൽ ചിത്തർജിയെ ഉന്മൂലനം ചെയ്യണമെന്നതിന് അവരൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല. അതിനുള്ള സാവകാശം അവർക്ക് ലഭിച്ചില്ല. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ളത് പ്രശാന്തിന്റെ സംരക്ഷണമാണ്. ചിത്തർജിയുടെ ആത്മാവ് പ്രശാന്തിന്റെ ആത്മാവിനെ പുറന്തള്ളി പ്രശാന്തിൽ കയറിക്കൂടരുത്. അത് തടയുക എന്നത് മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ കർത്തവ്യം. പ്രശാന്തിന്റെ സംരക്ഷണത്തിനായി വൈകുന്നേരം തന്നെ സൂരജും സബ് ഇൻസ്പെക്ടർ ആഷിഖും ശിരുവാണി ഓയിൽ മില്ലിലേക്ക് ചെന്നു. തത്സമയം ചിത്തർജി അവിടെ കണ്ടില്ല. എന്നാൽ അവന്റെ കുതിര അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ വിവരങ്ങൾ അവർ ഉടൻ തന്നെ സുകുമാരനെ വിട്ട് ആനപ്പാറ എസ്റ്റേറ്റ് ബംഗ്ലാവിലുള്ള അരവിന്ദ മാസ്റ്ററെയും ചാർലിയെയും അറിയിക്കുകയും ചെയ്തു. ചിത്തർജി അവിടെ നിന്നും അന്ന് എവിടേക്ക് എപ്പോ പോയി എന്നത് ആർക്കും അവിടെ അറിവില്ലായിരുന്നു. അമാനുഷനായിരുന്നാലും ആത്മാവിനെ പുറന്തള്ളുവാനും മറ്റൊരു ശരീരത്തിലേക്ക് പരകായ പ്രവേശം നടത്തുവാനും തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷത്തിലെ കഴിയൂ. മിൽ കോമ്പൗണ്ടിലെ തന്റെ താവളത്തിൽ ഇരുന്നു കൊണ്ട് സുരക്ഷിതത്വവും ശാന്തതയും ലഭിക്കുന്ന സാഹചര്യത്തിൽ പരകായ പ്രവേശനം സാധ്യമാവുകയില്ലെന്നത് അമാനുഷന് ബോധ്യമുണ്ടായിരിക്കുമെന്നും അതിനാൽ അവൻ അതിനായി വിജനമായൊരു സ്ഥലം ലക്ഷ്യമിട്ട് പോയിരിക്കുകയാണെന്നും സൂരജും കൂട്ടരും ഉറപ്പാക്കി. അതേപോലെ അമാനുഷന് കയറിക്കൂടേണ്ട ശരീരത്തിന്റെ ഇവിടെ പ്രശാന്തിന്റെ അവസ്ഥയും തീർത്തും ശാന്തമായൊരു സാഹചര്യത്തിലായിരിക്കണമെന്നത് നിശ്ചയമാണ്. അതിനാൽ അവർ പ്രശാന്ത് തങ്ങിയിരിക്കുന്ന കെട്ടിടത്തിൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ഉറക്കമൊഴിച്ചിരിക്കുകയാണ്. പ്രശാന്തിനോടൊത്ത് സൂരജും ആഷിഖും മാത്രമല്ല, മാനേജർ ഭൂതപ്പ ചെട്ടിയാരും 10ഓളം പണിക്കാരും ഉണ്ട്. അവർ ചീട്ടുകളിയും പാട്ടുകൾ പാടിയും ഇടയ്ക്കിടെ പടക്കങ്ങൾ പൊട്ടിച്ചും അന്തരീക്ഷം ശബ്ദമുഖരിതമാക്കി സമയം തള്ളി നീക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ അവസ്ഥ തുടർന്ന് നേരം വെളുപ്പിക്കണം. പകൽ ദുഷ്ടമനുഷ്യന് പരകായ പ്രവേശം അസാധ്യമാണ്.
അങ്ങനെ തൽക്കാലം പ്രശാന്തിനെ സുരക്ഷിതമാക്കിയിട്ട് പിന്നീട് അമാനുഷിനെ നശിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നടത്താം. അതാണ് അവരുടെ സ്ഥായിയായ തീരുമാനവും ലക്ഷ്യവും. മുത്തുകുളം ജലാശയത്തിൽ ശവാസനത്തിൽ ശയിക്കുന്ന ചിത്തർ ഗൗർ ബങ്കിംചന്ദ് എന്ന അമാനുഷ്യൻ അരമണിക്കൂർ സമയമെടുത്ത് ചെയ്തൊരു അത്യുന്നത അഭൗതിക സാധനയുടെ ഫലമായി സ്വന്തം ദേഹവും ദേഹിയും തമ്മിൽ വേർതിരിച്ചു. ചിത്തർജിയുടെ ദേഹി ലക്ഷ്യത്തിലേക്ക് പ്രശാന്തിനടുത്തേക്ക് ഒഴുകി നീങ്ങി. ദേഹം ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജലപ്പരപ്പിൽ സമാധിയിൽ കിടന്നു. പക്ഷേ പ്രശാന്തിന് ചുറ്റുമുള്ള ശബ്ദമയമായ അന്തരീക്ഷം അമാനുഷ്യ ദേഹിക്ക് തന്റെ ലക്ഷ്യം നേടുന്നതിന് വിഘ്നമായി. പലവരും ശ്രമിച്ചിട്ടും തന്റെ സാന്നിധ്യം പ്രശാന്തിനെ അറിയിക്കുവാൻ പോലും കഴിഞ്ഞില്ല. തന്റെ സാന്നിധ്യം താൻ ലക്ഷ്യമിട്ടിരിക്കുന്ന വ്യക്തിയെ അറിയിക്കുകയും തുടർന്ന് തനിക്ക് പൂർണ്ണമായും വിധേയനാക്കുകയും ചെയ്തിട്ട് പരകായ പ്രവേശം അമാനുഷ്യാത്മാവിന് സാധ്യമാക്കുവാൻ കഴിയുകയുള്ളൂ. അതും പ്രഥമ ശ്രമത്തിൽ വിജയിക്കണമെന്നില്ല. അത് വിജയിക്കണമെങ്കിൽ പല ഘടകങ്ങളും ഒന്നിച്ച് കൃത്യമായി യോജിച്ചു വരേണ്ടതുണ്ട്. അതിൽ മിക്കതും ഇവിടെ ഇപ്പോൾ വിരുദ്ധമായി നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് തീർത്ത് ശാന്തമായ ഒരു അവസ്ഥയിലുള്ള ഇരയുടെ ശയനമാണ്. ഇവിടെ ഇപ്പോ ആകെ ബഹളമയം. പിന്തിരിയാം, ഇനി മറ്റൊരു സന്ദർഭത്തിലാവാം. അമാനുഷ്യാത്മാവ് തന്റെ സ്വന്തം ശരീരത്തിൽ തന്നെ പ്രവേശിക്കുവാൻ നിശ്ചയിച്ച് പിന്തിരിഞ്ഞു. അതേ സമയത്ത് തന്നെ ചാർലിയും കുറിച്ചുകൊണ്ട് വേട്ടപ്പട്ടി പ്യാരയും മുത്തിക്കുളത്തിന്റെ കരയിലെത്തി. നായ കുളത്തിലേക്ക് നോക്കി കുരയ്ക്കുന്നത് കണ്ട ഭാഗത്തേക്ക് ഹെഡ്ലൈറ്റ് തിരിച്ച് ചാർലി അത് കണ്ട് ഞെട്ടിപ്പോയി. ചിത്തർഗൗർ ബങ്കിംചന്ദ് എന്ന അമാനുഷ്യൻ ജലപ്പരപ്പിൽ മരിച്ചു കിടക്കുന്നു, അഥവാ നിശ്ചലം ശയിക്കുന്നു. പക്ഷെ ഇതെങ്ങനെ? ഈ കുളത്തിൽ ഒന്നും തന്നെ പൊങ്ങിക്കിടക്കുകയില്ലല്ലോ. ചെറിയൊരു ചുള്ളിക്കമ്പ് പോലും താഴ്ന്നു പോവും. ഓ, ആ മനുഷ്യനല്ലേ, ഇതിനുള്ള കഴിവുണ്ടായിരിക്കും. ഇനി അവൻ മരിച്ചതാണോ? ഹേയ്, ആയിരിക്കില്ല. സൂരജും മാഷും ഒക്കെ പറഞ്ഞതുപോലെ ഇവൻ ശരീരം സമാധിയിലാക്കി ആത്മാവിനെ പുറന്തള്ളി ആ പ്രശാന്തിൽ പ്രവേശിക്കുവാൻ പറന്നുപോയതായിരിക്കുമോ? അങ്ങനെ അവനെ വഴിയുള്ളൂ. അതെ, അത് തന്നെ. ഓ, എന്തുമാവട്ടെ, ഇവൻ ഒരു ക്രിമിനലാണ്, മോസ്റ്റ് വാണ്ടഡ് സ്പിരിച്വൽ ക്രിമിനൽ. ഇവൻ ഇവിടെ ജീവിച്ചിരുന്നോടാ. ഇത് അവനോ അവന്റെ സമാധിയിലുള്ളതോ നിർജീവമായതോ ആയ ശരീരമോ എന്തുമായിക്കൊള്ളട്ടെ, താൻ തന്റെ കടമയോടെ നിർവഹിക്കുക തന്നെ. ആരും അറിയാൻ പോകുന്നില്ല. ബോഡി അങ്ങ് താഴ്ന്നു പോയിക്കോളും. ഒരുത്തരും ഈ കുളത്തിലിറങ്ങി തിരയുകയില്ല. ദൃക്സാക്ഷിയായി തന്റെ പ്യാര് മാത്രം. ഇവൻ തനിക്കെതിരെ എവിടെയും മൊഴി നൽകുവാൻ പോകുന്നുമില്ല. പാലക്കാരൻ ചാർലി ജേക്കബിൽ തിരുവിതാംകൂറിന്റെ രക്തം തിളച്ചു. പിന്നെ അയാളെ തോക്കിൻകുഴൽ താമസിയാതെ ജലാശയ മധ്യത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ കൃത്യമായി ലക്ഷ്യം വെച്ചു. ഠേ ഠേ 9ഓളം വെടിയുണ്ടകൾ മിന്നൽ വേഗത്തിൽ ഉതിർത്തുകൊണ്ട് LG വെഞ്ചിസ്റ്റർ കാർട്രിഡ്ജ് ഒരെണ്ണം കാലിയായി. പ്യാരി അതോടെ കുര നിർത്തി. വെടിവെച്ചയുടെ അലകൾ മാത്രം മുഴങ്ങി. ഗിരിശൃംഗങ്ങളിലും താഴ്വരയിലും പ്രതിധ്വനി അലയടിച്ച് കഴിഞ്ഞ ഒരു 4 നിമിഷത്തെ നിതാന്ത നിശബ്ദതയ്ക്ക് ശേഷം അതിഭീകരമായ ഒരു ഉയർച്ചയോടെ ആ ശരീരം ഒന്നുയർന്ന് പിന്നെ വില്ലുപോലെ വളഞ്ഞ് അതിവിചിത്രമായി നുലഞ്ഞു. ചുവന്ന രക്തം പടർന്ന് ജലത്തിലേക്ക് തന്നെ വ്യാപിക്കുന്നത് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ചാർലി കണ്ടു. വൃക്ഷശിഖരങ്ങളിലെ വട്ടം കറക്കി ഹുങ്കാരവും സൃഷ്ടിച്ചുകൊണ്ട് കാറ്റ് ചുഴികുത്തി പിന്നെയും പാഞ്ഞു. മലമുകളിൽ നിന്നും ഒരു മിന്നൽ താഴ്വരയിലേക്ക് ഇറങ്ങിയതുപോലെ. പിന്നെ വെള്ളി നാഗത്തെ പോലെ അത് എങ്ങോട്ടോ പൊളഞ്ഞുപോയി. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായല്ലോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നോവലുമായി വീണ്ടും കാണാം. നന്ദി.